25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിൻ്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാവരും. അപ്പം ഉസ്താദിൻ്റെ ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ പ്രശ്നം ഇതാണ് പ്രശ്നം, നമ്മുടെ സമുദായത്തിൻ്റെ പേരുകാർ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിലാണ് ഇബ്രാഹിം സഖാഫി രോദിക്കുന്നത്. ഇബ്രാഹിം സഖാഫിയുടെ രോദനമാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇതാണോ പ്രശ്നം, ഏതാണ് പ്രശ്നം എന്നതാണ്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഉസ്താദിൻ്റെ പ്രശ്നം? ഇബ്രാഹിം സഖാഫിയുടെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ പേര് കളയുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം വളരെ സിമ്പിളാണ്. എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. ഞാനിവിടെ അത് പ്ലേ ചെയ്യാം. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. മണാലി യാത്രയൊക്കെ കഴിഞ്ഞ് നബീസുമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ, എങ്ങനെയുണ്ടായിരുന്നു മണാലി യാത്ര? മണാലി യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകട കിട്ടാനോ മക്കളെ? വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ആദ്യമായിട്ടാണോ യാത്ര പോകുന്നത്? പക്ഷേ ഈ മണാലി ആദ്യമായിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഇവിടെ അജ്മീറിൽ പോയിക്ക് എൻ്റെ മോളെ ഭർത്താവിൻ്റെ കൂടി. ഇതാണ് ഇബ്രാഹിം സഖാഫി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇബ്രാഹിം സഖാഫിക്കാണ് പ്രശ്നമുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലാണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഈ പറഞ്ഞ വീഡിയോയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ ഇബ്രാഹിം സഖാഫിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് നാട്ടുകാരിപ്പം പറയുന്നത്. സഖാഫി, ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന നിങ്ങൾക്കാണ് പ്രശ്നം. ഇവിടെ ഈ പറഞ്ഞ നഫീസുമ്മയുടെ മകള് മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. 25 വർഷം മുന്നേ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ? സഖാഫിയോടാണ് ചോദ്യം. യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോൻ്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ ഉമ്മയും അന്യസംസ്ഥാനമായ മഞ്ഞു വീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു. തീർത്തും ആനന്ദകരമായ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കയായ എൻ്റെ ഉമ്മച്ചി മഞ്ഞിൽ അത്യാഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയും ഉണ്ടായി. അതിനു പിന്നാലെ തെറിയഭിഷേകങ്ങളും അടക്കം പറച്ചിലുകളും നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോഴും ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതരമായ പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ്. എന്തിനു വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ
തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ മതിയാവൂ. എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പും വിദ്വേഷമോ ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരി തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കിത്തരാനോ എനിക്കുദ്ദേശമില്ല. എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എൻ്റെ ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. നിങ്ങളതുകൊണ്ട് എന്തു നേടി? അവരെ പിന്തുണയ്ക്കുന്നവർക്ക് അതുകൊണ്ട് എന്തു കിട്ടി? അതിൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. 25 വർഷമായി ഭർത്താവ് മരണപ്പെട്ട വല്യുമ്മാക്ക് ഏതെങ്കിലും മൂലയ്ക്കിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ പോരെ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനൊരു പരാമർശം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തേ ഈ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ? അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തൊന്നും ബാധകമല്ലെന്നാണോ? ഇബാദത്ത് പടച്ചോനും പടപ്പും തമ്മിലാവില്ലേ? നിങ്ങൾക്കെന്തിനാ ഇത്ര ബേജാറ്? എൻ്റെ ഉമ്മാൻ്റെ അമലുകളും നന്മകളും പടച്ച റബ്ബിനെ അറിയുന്നിടത്തോളം പടപ്പായ നമ്മൾ അതിൽ തലപുകയ്ക്കേണ്ടതുണ്ടോ? ഉസ്താദ് പറഞ്ഞ പോലെ 24 കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടുമുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്ന അന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനായി എൻ്റെ ഉമ്മയ്ക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 3 പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലെന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടി വന്ന പെണ്ണിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയുസ്സിൻ്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപം? ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ്. ഈ പ്രയാസത്തിൻ്റെ പടുകുഴിയിൽ കൂപ്പുകുത്തിയപ്പോഴും തളരാതെ എൻ്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ്. കാരണം ഒരു മനുഷ്യൻ ശരിക്കും യതീമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല, അവൻ്റെ മാതാവ് നഷ്ടപ്പെടുമ്പോഴാണ്. ദുഃഖഭാരത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റ്? ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. ആ മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത്. നന്ദിയുണ്ട് ഒരുപാട്. അപ്പം നഫീസുമ്മയുടെ മകള് ഈ ഉസ്താദിനോട് കുറേ ചോദ്യങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. നഫീസുമ്മയുടെ മകള് ഒരു യുക്തിവാദിയോ സ്വതന്ത്രചിന്തകനോ നിരീശ്വരവാദിയോ ഒന്നുമല്ല, വിശ്വാസി തന്നെയാണ്. ഈ പറഞ്ഞ വിശ്വാസിയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇബ്രാഹിം സക്കാഫിയാണ്. ഇബ്രാഹിം സക്കാഫിയുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇബ്രാഹിം സക്കാഫി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിൻ്റെ പേരുകാർ എല്ലാവരും ഈ സമുദായത്തിൻ്റെ പേര് കളയുന്ന ഏറ്റവും വലിയ പോയത്തക്കാരനായിട്ട് ഇപ്പോൾ ആര് മാറി? ഇബ്രാഹിം സക്കാഫി മാറി. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൊരവസ്ഥ. ഇവിടെ ഈ ഒരു സമൂഹത്തെ മൊത്തം ആളുകൾ ഇത്ര വൃത്തികെട്ടവന്മാരാണോ ഇവർ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ട് എത്തിച്ചത് ഇബ്രാഹിം സക്കാഫിയാണ്. ഈ ഇബ്രാഹിം സക്കാഫിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി പറയും. ഇതാണ് ഇപ്പോൾ ഇബ്രാഹിം സക്കാഫിയുടെ അവസ്ഥ. എയർലങ്ങ് പോയി. ഈ ഇബ്രാഹിം സക്കാഫി എയർലങ്ങ് പോയപ്പോൾ എന്താ ചെയ്തത്? 10-12 മിനിറ്റുള്ള വീഡിയോയിൽ ഇതുപോലെ മൊത്തം സമുദായത്തിൽ കുറേ പോയത്തക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും വലിയ പോയത്തക്കാരനായിട്ടുള്ള ഇബ്രാഹിം സക്കാഫി ആ വീഡിയോയുടെ ആ പോർഷൻ അങ്ങ് മുക്കി. ഇബ്രാഹിം സക്കാഫിൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തവനും എന്നെ മനസ്സിലായി എന്ത് ഇത് സംഭവം എയറിൽ പോയിട്ടുണ്ടെന്ന്. ബാലുശ്ശേരി പറഞ്ഞ മാതിരി മുകളിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഇത് ഇനി പിന്നെ ഫയർ ഫൈറ്റിംഗ് ആണ്. ഇബ്രാഹിം സക്കാഫി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം സമുദായത്തിന് പേരുദോഷമാണെന്ന് മനസ്സിലായപ്പം നമ്മളെ പണ്ഡിത ശിരോമണികൾ ഇതേപോലെ കുറേ പോയത്തക്കാരുണ്ട്. മനുഷ്യന്മാരെ പറയിപ്പിക്കാനായിട്ട് നടക്കുന്ന കുറേ പോയത്തക്കാർ. അതിൽ കുറച്ച് പോയത്തക്കാർ ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്.
സമുദായത്തിൻ്റെ പേര് കളയുന്ന പോയത്തക്കാരിൽ പ്രധാനിയായിട്ട് നമുക്ക് ആരിസ് മദനിനും കൂടെ കൊള്ളിക്കാം. ആരിസ് മദനി എന്തോ നോബൽ സമ്മാനം കിട്ടിയ ഒരാളുടെ ഫോട്ടോ ഇട്ട പോലെ ഈ ഇബ്രാഹിം സക്കാഫി എന്ന് പറഞ്ഞ പോയത്തക്കാരൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഉസ്താദേ അങ്ങ് പറഞ്ഞത് ദീനാണ്, ആരിസ് മദനി പറയണത് ഇത് ദീനാണ് എന്നാണ്. ഈ പോയത്തക്കാരനെ വേറൊരു പോയത്തക്കാരൻ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞത് സൂപ്പർ സാധനമാണ്, നമ്മളെ ദീനാണ്, ഇനിയും അങ്ങ് പറയുക തന്നെ വേണം, ഇതുപോലുള്ള പോയത്തങ്ങൾ ഇനിയും പറയുക തന്നെ വേണം. ആരിസ് മദനി സാറ്, അങ്ങയുടെ വിമർശനങ്ങൾ പലതും യുക്തി നിരീശ്വര പിന്തിരിപ്പൻവാദികളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇത് മനുഷ്യന്മാരൊക്കെ അസ്വസ്ഥമാക്കുന്നുണ്ട് മദനി സാറേ. അജാതി വൃത്തികേടല്ല ഒരു സമൂഹത്തിൽ ഇറങ്ങി വന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു ടൂർ പോയ വീഡിയോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനാണ് ഈ ജാതി വെടൽ വർത്താനം പറഞ്ഞത്. ഇത് സമൂഹത്തിന് തന്നെ അസ്വസ്ഥതയാണ് നിങ്ങളെ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണത് അതിൻ്റെ കലിപ്പിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും തീർത്തുകൊണ്ടിരിക്കുന്നത്. നിരുപാധികം അങ്ങയോടൊപ്പം, അതായത് ആ പോയത്തക്കാരൻ്റെ കൂടെ ഈ പോയത്തക്കാരനും കൂടെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് സാറേ എന്നും പറഞ്ഞിട്ട് അങ്ങ് സപ്പോർട്ട് പ്രഖ്യാപിക്കുക. എന്തോ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ച മാതിരിയാണ്, നിങ്ങളെ കൂടെ ഉണ്ട്, സൂപ്പറാണ് നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഇതാണ് ആരിസ് മദനി സാറ്. ഇനി വേറൊരു പോയത്തക്കാരൻ, അതാരാണ് അടുത്ത പോയത്തക്കാരൻ? വഹാബ് സക്കാഫി മമ്പാട് സാറ് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദിവസവും നഫീസ് ഉമ്മയെ വെച്ച് ഒരു വാർത്ത ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഇയാൾ പറഞ്ഞ പോയത്തൊന്നുമല്ല മൂപ്പര പ്രശ്നം, ഇത് വെച്ച് വാർത്ത ഉണ്ടാക്കുന്നു. അടുത്തൊരു മുസ്ലിം സ്ത്രീയെ കിട്ടുന്നത് വരെ ഇതുവരെ തുടരും. ഇത്തരം വാർത്തകൾ ആ ഉമ്മയ്ക്കും കുടുംബത്തിനും വലിയ സന്തോഷമുണ്ടാക്കുമെന്ന് കരുതാമല്ലേ. ഇബ്രാഹിം സക്കാഫി എന്ന് പറഞ്ഞ പോയത്തക്കാരൻ നല്ല സന്തോഷമാണല്ലോ ഈ കുടുംബത്തിന് കൊടുത്തത്. അത് ഈ പറഞ്ഞ വഹാബ് സക്കാഫിക്ക് അറിയില്ല. മൂപ്പർക്ക് ഇപ്പോൾ സംശയമാണ്. എന്ത്, ഇവരെന്താ കരുതിയത്? ഇവരുണ്ടാക്കുന്ന വിവാദങ്ങളെ പേടിച്ച് മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക ശരീഅത്ത് പറയാതിരിക്കുമെന്നോ? നമ്മൾ ഇനിയും ഇതേപോലെ പോയത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് വഹാബ് സക്കാഫിയുടെ ഒരു കോൺഫിഡൻറ്റ്. നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മണ്ടത്തരാണെങ്കിലും നമ്മളത് പറയും, നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്. ഈ വൈബാണ് വഹാബ് സക്കാഫിക്ക്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യണത്, നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളൊന്നും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് സ്വയം വിളിച്ചു പറയുന്നില്ലേ മാപ്രകളുടെ ഇത്തരം വാർത്തകൾ. എന്താണ് ആ വഹാബ് സക്കാഫി ഈ പറഞ്ഞ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളൊരു സംഭവം ഇതാണ്, ഇവിടെ സ്ക്രീനിൽ കാണാം. സ്ത്രീകളുടെ യാത്രകളെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഇസ്ലാമിലുണ്ട്. ഇബ്രാഹിം സക്കാഫിയെ പിന്തുണച്ച് സമസ്ത ഇകെ വിഭാഗ മുഖപത്രം സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ സഖാഫിയെ, അതായത് മുടിവെള്ളം ടീമിനെ മുടിയില്ലാത്ത വെള്ളം വിൽക്കുന്ന ടീം എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യാണ്. EK സുന്നി AP സുന്നിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മൂപ്പർക്കും കുറേ പിരിവെടുത്തതിൻ്റെ പൈസ ഉണ്ട്, ഇയാളടുത്തും കുറേ പിരിവെടുത്ത പൈസ ഉണ്ട്, ഇപ്പുറത്തെ ആൾക്കാരുടെ അടുത്തും. ഇത് നമ്മളുടെ തർക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ ആശയപരമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂപ്പർക്ക് മുടിവെള്ളം കിട്ടിയപ്പോൾ ആ മുടിവെള്ളത്തിന് സനദില്ല, സനദുള്ള മുടിവെള്ളമാണെങ്കിൽ സൂപ്പർ സാധനമാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പുറത്തെ മുടിവെള്ളം ടീം. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സംഭവം ഒക്കെ സെയിമാണ്, എല്ലാം കണക്കാണ് എന്ന് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ. അപ്പം ഇതാണ് വഹാബ് സക്കാഫിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ വഹാബ് സക്കാഫി പറഞ്ഞതിൽ ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ്, ഈ കുടുംബത്തിനെ ദുഃഖമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ സക്കാഫിയുടെയും ഒരു പരാതി. അതായത് നമ്മൾ കുറേ തോന്നിയാസം പറയും, അതിനാരും ചൂണ്ടിക്കാണിക്കരുത്. ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ എന്താവും, അത് വേറെ ആൾക്ക് കുറേ വിഷമം ഉണ്ടാക്കും. നമുക്ക് തോന്നിയാസം പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് തോന്നിയാസം പറയും. ഒരു സമൂഹത്തിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ട് നമ്മൾ എന്ത് വൃത്തികേടും പറയും. അത് നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു എന്ന്. കാരണം അത് നമുക്ക് നാണക്കേടാ, അത് നമുക്ക് നാണക്കേടാണ്. നിങ്ങളത് പറയില്ലേ കോയ. നമ്മളങ്ങനെ വൃത്തികേടൊക്കെ ചെയ്യും. ഇത് ഈ പറഞ്ഞ ഉസ്താദ് റോഡിൽ നടന്നു തൂറിയാലോ നമ്മൾ മിണ്ടരുത്. നമ്മൾ ദൂരിയാൽ എന്താ കുഴപ്പം, നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ലേ പ്രശ്നങ്ങൾ, വിളിച്ചു പറഞ്ഞ് നമ്മളെ നാറ്റിക്കാതിരുന്നാൽ മതി. ഈ ഒരു വൈബാണ് വഹാബ് സക്കാഫിക്ക്. വഹാബ് സക്കാഫിൻ്റെ വേറൊരു സാധനമുണ്ട്. വഹാബ് സക്കാഫിക്ക് ഇത് എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോകണം. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം. വഹാബ് സക്കാഫിൻ്റെ ട്രാക്ക് എന്താണ്? ഈ പറഞ്ഞ വിഷയത്തിൽ മീഡിയ 1 ഒരു ഡിസ്കഷൻ നടന്നു. കാരണം ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ചാനലാണല്ലോ,
അതിലും ഇതുപോലുള്ള വൃത്തികേടിനെ ഇനിയും ഇരുന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പറ്റിയതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മൗദൂദി ചാനലിലെ ഒരു ഡിസ്കഷനിൽ വഹാബ് സക്കാഫിക്ക് കുരു പൊട്ടി. ആ കുരു പൊട്ടിയതാണ് നമുക്ക് ഇനി കാണാൻ പറ്റും. മൂപ്പരുടെ പ്രതികരണമാണ്. അതായത് മീഡിയ വണ്ണിൽ നിന്നുള്ള അടുപ്പൂട്ടിയ ചർച്ചയിൽ ഇതെങ്ങനെങ്കിലും ഫയർ ഫൈറ്റ് ചെയ്തിട്ട് ഈ നാണക്കേട് ഇല്ലാതാക്കാൻ, സമുദായത്തിൽ ഈ നാണക്കേട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മൗദൂദി ചാനൽ ശ്രമിച്ചൊരു ശ്രമത്തെ അതിൽ ചെറുതായിട്ട് മൂപ്പരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടായിരിക്കാം മൂപ്പർക്ക് വല്ലാതെ ഒരു ടെൻഷനുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. മൗദൂദി ചാനലിൽ ഇരുന്നിട്ട് പറഞ്ഞതിൻ്റെ വഹാബ് സക്കാഫിയുടെ പ്രതികരണം. മീഡിയ വണ്ണിൽ ചില വട്ടമേശകളും ഇരുട്ടുമുറികളൊക്കെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയപരവും മതപരവുമായ അജണ്ടകളെ സ്ഥാപിച്ചെടുക്കലും അവരുടെ പ്രതിയോഗികൾക്കെതിരെ അജണ്ടകൾ സൃഷ്ടിക്കലുമൊക്കെയാണ് അത്തരം മുറികളെ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മുഖ്യധാരാ സമുദായത്തെ കുത്താനും അവരെ ആക്ഷേപിക്കാനും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം വട്ടമേശകളിൽ പലപ്പോഴും അതിന്റെ സൂത്രധാരകനായ സീതാവൂദ് മാറി നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പഴമക്കാർ പറയുന്നത് പോലെ പോത്തിനെ വെച്ച് വായ വെട്ടിക്കുന്ന പരിപാടിക്ക് തുല്യമായി നിഷാദ് റാവുത്തറെയോ അജിംസിനെയൊക്കെയാണ് കളത്തിലിറക്കുക. പറയാനുള്ള കാരണം ഇന്നത്തെ ദിവസം ഒരു ടൂറുമായി ബന്ധപ്പെട്ട് എല്ലിൻ കഷ്ണം മൗദൂദികളുടെ കയ്യിൽ കിട്ടിയതാണ്. സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എയറിലായി പോയ മൗദൂദി പുരോഹിതന്മാർക്ക് ആകെ കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ആ ടൂർ. അത് വെച്ചുകൊണ്ട് മീഡിയ വണ്ണിൽ ഒരുക്കിയ വട്ടമേശയിൽ വെച്ചുകൊണ്ട് ഘോരഘോരം ഗീർവാണങ്ങൾ അജിംസും നിഷാദ് റാവുത്തരും ഒന്നൊന്നായി വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ഒരു വിധവയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാനോ ലോകം കാണാനുള്ള അർഹതയില്ലേ? എന്ത് വഹാബ് സക്കാഫിയുടെ കുരു കൂടെ പൊട്ടി. മീഡിയ വണ്ണ് ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്, ഇത് മൊത്തത്തിൽ നാണക്കേടായി. ഇതാ പൊതുസമൂഹത്തിൽ സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ധാരണ വന്നുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചർച്ച ചെയ്ത്. നമ്മളെ വഹാബ് സക്കാഫിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. വഹാബ് സക്കാഫി അതെല്ലാം കൂടെ പിന്നെ സീതാവൂദ് ഒളിച്ചിരുന്നിട്ട് അതായത് എന്താണ് വാഴ വെട്ടാൻ വേണ്ടിയിട്ട് പോത്തിനെ ഇറക്കി വിടുന്ന പരിപാടി എന്ന രീതിയിലേക്കാണ് പറയണത്. ആരാണ് ഇവിടെ കുറേ പോത്തുകളെ ഇറക്കി വിട്ടതെന്ന് ഇതൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വഹാബ് സക്കാഫി അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, പ്രായമായ സ്ത്രീക്ക് എന്താണ് യാത്ര ചെയ്യാൻ അവകാശമില്ലേ എന്നതാണ്. ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി എന്ന് പറയുന്ന പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ ആകത്തുക ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റൂല എന്നോ ഒരു സ്ത്രീക്ക് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റൂല എന്നൊന്നുമുള്ള ആശയങ്ങളല്ല. മറിച്ച് സോഷ്യൽ മീഡിയകളിലും പൊതു ഇടങ്ങളിലൊക്കെ ഇസ്ലാം സ്ത്രീകളുടെ രംഗപ്രവേശനത്തിന് പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീ സമൂഹം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആണും പെണ്ണും രംഗപ്രവേശനം ചെയ്ത് ഇസ്ലാമിക അച്ചടക്കങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണി മതപരമായി അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത്. ഇവിടെ വഹാബ് സക്കാഫി പറയണത് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന്. മനുഷ്യന്മാർക്ക് നിബന്ധനകൾ ഇതേപോലുള്ള ഒരു 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 വ്യക്തി അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, ടൂർ പോകുന്നു, അവിടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന വീഡിയോ എടുക്കുന്നു, അത് അവരുടെ സുഹൃത്തുക്കൾക്കോ പൊതുസമൂഹത്തിന് അവരുടെ മുമ്പിലേക്ക് അത് ആ സന്തോഷം അവർ ഷെയർ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ഒരു സോഷ്യൽ ഇഷ്യൂ ആവുന്നത്? ഇതെങ്ങനെയാണ് മനുഷ്യനെ അപകടപ്പെടുത്തുന്നൊരു പ്രശ്നമായി മാറുന്നത്? എന്തോ വലിയൊരു സംഭവം കണ്ടെത്തിയ പോലെയാണ് ഈ പറഞ്ഞ വഹാബ് സക്കാഫി ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇതുപോലുള്ള പോയത്തക്കാർ എന്തിനാണ് മൂപ്പര് കയറ് പൊട്ടിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവിടെ മൊത്തത്തിൽ കുരുപൊട്ടിരിക്കുകയാണ് ഈ വഹാബ് സക്കാഫിക്ക്. മൂപ്പര് നിർത്തിയിട്ടില്ല. അതിലേക്ക് അദ്ദേഹം തന്റെ ഏറനാടൻ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ സരളമായ ശൈലിയിലോ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ചില പരാമർശങ്ങളെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഈ പശ്ചാത്തല സൗകര്യം മൗദൂദികൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അതല്ലാതെ ഒരു പെണ്ണിന് കേരളം വിട്ട് പുറത്തെവിടെയും പോകാൻ പാടില്ല എന്നോ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ വിധവയോ അല്ലാത്തതായ സ്ത്രീകൾക്ക് ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്തുകൂടാ എന്നൊന്നുമുള്ള ആശയം പ്രതിഫലിപ്പിക്കലല്ല ആ പ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോഴും വഹാബ് സക്കാഫിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഒരു പൊതുസമൂഹത്തിനുണ്ടാവുന്ന പ്രശ്നമാണോ ഇത് ഒരു വീഡിയോ ഷെയർ ചെയ്തത്? എത്ര സരളമായിട്ടാണെങ്കിലും ഊളത്തരം പറയുന്നതിനൊരു കണക്കില്ലേ സക്കാഫി? അതിനിങ്ങനെയൊക്കെ കിടന്ന് മെഴുകേണ്ട കാര്യമുണ്ടോ? അത് ഏറനാടോ എവിടത്തെ നാട്ടിലെ ഭാഷയാണെങ്കിൽ പോലും വൃത്തികേട് പറയുന്നതിനൊരു കണക്കൊക്കെ ഇല്ലേ? അതിനെ കിടന്ന് മെഴുകുക. എന്നിട്ട് എന്താണ് പ്രശ്നം? മൗദൂദികൾ
ഇവരെ എന്തോ വിമർശിച്ചു. അതാണ് മൂപ്പര് ഏറ്റവും വലിയ പ്രശ്നം. ആടിനെ പട്ടിയാക്കുക എന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഐഡന്റിറ്റി ആയതുകൊണ്ട് അതിൽപ്പെട്ടൊരു ഏർപ്പാടായി ഇതിനെയും നമുക്ക് കാണാവുന്നതാണ്. ആ മതപണ്ഡിതന്റെ ആ പ്രതികരണത്തെ നമ്മൾ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട്? ആ പ്രതികരണങ്ങളുടെ ആശയത്തെ ഒട്ടുമേ ഒരു വിശ്വാസിക്ക് വിമർശിക്കേണ്ടതില്ല. വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഈ വിഷയത്തിൽ നാക്കിട്ടടിക്കേണ്ട കാര്യവുമില്ല. അതെ, അവസാനം ഇത് നമ്മളെ കാര്യമാണ്, നമ്മളെ കാര്യത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല എന്ന് തന്നെയാണ് മൂപ്പര് പറയണത്. നമ്മളെ കാര്യം നമ്മൾ നോക്കും, നമ്മളെ കാര്യത്തിൽ വേറെ ആരെങ്കിലും ഇടപെടണ്ട. നമ്മളെ പോലീസ് നമ്മളെ തല്ലേ ഇങ്ങക്കെന്താ കോൺഗ്രസ്സേ എന്ന് ചോദിച്ച മാതിരി നമ്മൾ ഇനിയും ആ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിതൊരു വിഷയമല്ല. വഹാബ് സക്കാഫിൻ്റെ വൈബാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് ശ്രദ്ധിച്ചത്. എനിക്ക് ആ കമൻറ്റുകൾ എന്നെ ഹഠാത് ആകർഷിച്ചു. ഒരു മനുഷ്യൻ പോലും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. മീഡിയ വണ്ണ് തങ്ങളുടെ ചാനലുകളിൽ പല വാർത്തകളും വിളിച്ചു പറയാറുണ്ട്. അതിന്റെയൊക്കെ കമന്റ് നോക്കിയിട്ട് ആ കമന്റുകളുടെ ആധിക്യവും ഭൂരിപക്ഷവും നോക്കിയിട്ട് നിങ്ങൾ വാർത്ത തിരുത്താറുണ്ടോ? വാർത്തകളുടെ കണ്ടന്റ് മാറ്റാറുണ്ടോ? നിങ്ങളൊന്നും ചെയ്യാത്തത് മതപണ്ഡിതന്മാർ ചെയ്യണം കമന്റ് നോക്കി എന്ന് പറയുന്നത് എവിടെയുള്ള ന്യായമാണ് ചങ്ങാതിമാരെ? അത് ന്യായം. കമൻറ്റ് നോക്കിയിട്ടൊന്നല്ല നമ്മൾ കാര്യം പറയാം. നമ്മൾ ഊളത്തരം പറയും, അതിൽ എത്ര എതിർപ്പ് വന്നു കഴിഞ്ഞാലും ഞമ്മക്കൊരു വിഷയമല്ല, നമ്മളെ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു വൈബാണ്. എന്ന് മാത്രമല്ല, അതിരൂക്ഷമായ വിമർശനമാണ് ഈ മതപണ്ഡിതനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? മീഡിയ വണ്ണിന്റെ വാർത്തകൾക്കെതിരെ പലപ്പോഴും അതിന്റെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറില്ല. എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? ആ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെ വാർത്തകളാണ്, വാർത്തയുടെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശരിയല്ലെന്ന് പിന്നീട് നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുള്ളത്? അത് അജിൻസാണ് പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. മൂപ്പര് പറഞ്ഞോട്ടെ. ഈ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ പ്രത്യേക വിഭാഗം ഇനി സാധാരണഗതിയിൽ മുഖ്യധാര മുസ്ലിം പണ്ഡിതർക്കെതിരെ വഹാബി മൗദൂദികൾ വിളിച്ചു പോകുന്ന അസംബന്ധമാണ് അന്നം തരുന്ന മാനേജ്മെന്റിനു വേണ്ടി സീദാവൂദിന്റെ ഏജന്റുമാരായി നിന്ന് അജിംസ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പൗരോഹിത്യമാണ്. ഇത് പൗരോഹിത്യമാണെന്ന് സീദാവൂദിൻ്റെ ടീം പറയുന്നത് മൂപ്പർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മൾ വിഷമിക്കാൻ പാടില്ലല്ലോ. ഭയങ്കര കരച്ചിലാണ്. അല്ലാതൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. മോശമായിപ്പോയി ഇതാവതേ. അവരുടെ പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേക വേഷഭൂഷകൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക വേഷത്തിൽ സിവിലിയൻ ഡ്രസ്സിൽ എല്ലാവരും നടക്കുക. അപ്പോൾ അവർ എത്രമാത്രം ഈ യഥാർത്ഥ ലോകത്ത് ഡിസ്കണക്റ്റഡ് ആണ് എന്ന് നമുക്കത് മനസ്സിലാവും. ഒരു കാര്യം അത് കറക്റ്റാണ്. ഈ പറഞ്ഞ ആളുകൾ സംഭവം അജിൻസാണ് പറയണമെങ്കിലും മൗദൂദി ചാനലാണെങ്കിലും ഈ പറഞ്ഞ ആളുകൾ സമൂഹമായിട്ട് ഡിസ്കണക്റ്റ് ആണെന്നുള്ളതിൽ അത് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ്. ആ പോയിന്റിലും വഹാബ് സക്കാഫിക്ക് എന്തുണ്ട്, ഒരു വിഷമമുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറഞ്ഞത് കേട്ട് നോക്കാം. മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആകരുത് എന്നതാണ് പ്രധാനം. ആ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ടു തന്നെ ആധുനിക ലോകത്തോട് സംവദിക്കാനുള്ള ആശയക്കരുത്ത് മുസ്ലിമീങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. അതിനെ ആശയപരമായി പ്രാപ്തമാക്കാനുള്ള പ്രമാണക്കരുത്തും പണ്ഡിതക്കരുത്തും ഈ ഉമ്മത്തിൽ നിന്നും നിലനിൽക്കുന്നുമുണ്ട്. എങ്ങനെ ഇരിക്കണേ? നമ്മൾ ആൾക്കാരുടെ എന്ത് വർത്താനം നമ്മൾ പറഞ്ഞാലും നമ്മൾ ദീന് ആണ് നമ്മൾ പറഞ്ഞത്. സംഭവം പൊട്ടത്തരൊക്കെയാണ് നമ്മളെ ദീനെങ്കിലും നമ്മളത് പറയും. അതിൽ നമ്മൾ ഡിസ്കണക്റ്റ് ആവില്ല. പൊട്ടത്തരത്തിൽ നിന്ന് നമ്മളൊരു അണുമണിത്തൂക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. നമ്മൾ ആ പൊട്ടത്തരം കടിച്ച് തൂങ്ങി നിൽക്കും. അതിൽ അജിൻസ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതാണ് വഹാബ് സക്കാഫിയുടെ ഒരു പ്രതികരണം. കാരണം ഇദ്ദേഹം പറയുന്നതിൽ ഒരു ലോജിക്കും ഇന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലാവില്ല. ഇദ്ദേഹം എന്താണ് പറയുന്നത് പോലും മനസ്സിലാവില്ല. അജിംസിനെ പോലെയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമും അറിയാത്ത ആളുകൾ, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ, അവർക്കൊന്നും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല, അറിയണമെന്നുമില്ല. ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളുടെയും കൽപ്പനകളുടെയും ലോജിക്കും യുക്തിയും അന്വേഷിച്ച് നടക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതവിശ്വാസികളുടെ മതപ്രമാണങ്ങളിലെ യുക്തി തിരയലുമല്ല. ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ജേർണലിസം പഠിച്ചത്? അത് ശരി, അത് നല്ലൊരു ചോദ്യമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ യുക്തി അന്വേഷിച്ച് പോയാൽ നിങ്ങളെ പറഞ്ഞാൽ മതി. അത് നമ്മളെ പ്രമാണത്തിൽ പണ്ട് അയ്യൂബ് മൗലവി പറഞ്ഞാലേ തീട്ടത്തിൽ സ്വർണം തപ്പുന്ന പോലെയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ പ്രമാണത്തിൽ യുക്തി തപ്പുക എന്ന് പറഞ്ഞാൽ അജ്ജാതി പണിക്കൊന്നും പോകാൻ നിൽക്കരുത്. അതിനെക്കാട്ടി വല്ല വേറെ എന്തെങ്കിലും ചീരകം തൊരിക്കാനോ ഒക്കെ പോയിക്കൂടാ ജിൻസേ. ഇസ്ലാമിക പ്രമാണത്തിൽ യുക്തി അന്വേഷിച്ച് വന്നിരിക്കുന്നു. പുച്ഛമാണ്, പുച്ഛം.
അപ്പോൾ ഈ മതപണ്ഡിതന്മാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മതപണ്ഡിതന്മാർ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നതൊന്ന് ആലോചിച്ച് അജിംസ് തലപുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് മതപണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, അജിൻസിനോട് കുത്തനെ നടന്നോളാനാണ് പറഞ്ഞത്. നമുക്ക് സൗകര്യമുള്ള നമ്മൾ പറയും കേട്ടാ. അജിൻസ് കുത്തനെ അടക്കി നിങ്ങൾ. വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. 6-ാം നൂറ്റാണ്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആഭാസങ്ങളോ അഴിഞ്ഞാട്ടങ്ങളോ വിശ്വാസികളായ സ്ത്രീകൾ നടത്താൻ പാടില്ല, ചെയ്യാൻ പാടില്ല. വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അവർക്ക് അവരുടെ വീടിന്റെ അകത്തളങ്ങളാണ് ഏറ്റവും അത്യുത്തമമായത് എന്ന വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ധാരാളം ഈ ആശയത്തിലുള്ള അധ്യാപനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പഠിച്ചവരാണ്. അതവർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. ബുയൂത്തി കുന്ന, വീട്ടിൻ്റെ ഉള്ളിൽ അല്ലേ, ആ കുന്നയിൽ ഇരുന്നാൽ മതി. അല്ലാണ്ട് പുറത്തേക്കുള്ള പരിപാടികളൊന്നും നിങ്ങൾ എടുക്കണ്ട. വീട്ടിൻ്റെ ഉള്ളിലാണ് സ്ത്രീ അവിടെയാണ്, ഓരോ പൊസിഷൻ അവിടെയാണ്. മനസ്സിലായില്ലേ? ഇതൊരു ഹെജിമണി ആണെന്നൊന്നും പറയരുത്. വീട്ടിൻ്റെ ഉള്ളിലാണ് പെണ്ണ് ഇരിക്കേണ്ടത്. നമ്മൾ 6-ാം നൂറ്റാണ്ടിലല്ല, നമ്മൾ 7-ാം നൂറ്റാണ്ടിലെ കിട്ടില്ല സാധനമുണ്ട്. മൂപ്പര് ഗുഹയിൽ പോയിരുന്നപ്പം കിട്ടിയത്. അതാണ് നമ്മളെ ലൈൻ. അവിടെ 6-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ഖദീജയൊക്കെ ബിസിനസ്സുകാരിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയിട്ട് ബിസിനസ്സൊക്കെ ചെയ്യായിരുന്നു. 7-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ നിർത്തിക്കണം. നമ്മൾ ബുയൂത്തിക്കുന്ന എന്ന് പറഞ്ഞ പരിപാടിയിലാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ മതപണ്ഡിതന്മാർ വിവാദം ഉണ്ടാക്കുന്നത്. മുമ്പും നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാര് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും പുതുതായി ഉണ്ടാക്കിയിട്ടില്ല. മതപണ്ഡിതർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണിലിരുന്ന് അന്നം തേടുന്ന അജിംസും നിഷാദ് റാവുത്തറും ഒക്കെ ശരീരത്തിൽ അല്പസ്വല്പം വായപ്പിണ്ടിയെങ്കിലും നട്ടെല്ലിന് പകരമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് തന്നാൽ ആ മീഡിയ വണ്ണിന്റെ ഇരുട്ട് റൂമിലോ റൂമിലോ വട്ടമേശക്കോ ഇരുന്നു കൊണ്ട് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഇന്നും IPH പുസ്തകശാലയിൽ പോയാൽ പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഈ സമുദായത്തിൽ കാശ് പിടുങ്ങി ജമാഅത്തെ ഇസ്ലാമിക്കാര് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് അടുത്ത ദിവസത്തെ വട്ടമേശക്ക് കണ്ടന്റായി ഞാനൊന്ന് നിർദ്ദേശിക്കുകയാണ്. അതൊന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ചർച്ച ചെയ്യ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതവും മതപൗരോഹിത്യവും ഒക്കെ എന്തായിരുന്നു ആ പുസ്തകത്തിലുള്ളത്? ഏതാനും വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം. അതെ, അതൊരു വെല്ലുവിളിയാണ്. ഇത് അജിൻസും ദാവൂദ് സാറും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വായപ്പിണ്ടി അല്ലെങ്കിൽ ഒന്നാമത്തത് ഈ പറഞ്ഞ വായപ്പിണ്ടി വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാമെന്ന് നമുക്കറിയില്ല. അതിന് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷേ മൂപ്പര് പറഞ്ഞത് വായപ്പിണ്ടിങ്കിൽ വെച്ചിട്ട് ചിന്തിക്കണം എന്നാണ്. കാരണം മൂപ്പര് അത് വെച്ചിട്ടാണ് ചിന്തിക്കാൻ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം വായപ്പിണ്ടിങ്കിൽ വെച്ചിട്ട് വാടേ എന്നാണ് പറയുന്നത്. അപ്പോൾ ദാവൂദ് സാറും മൂപ്പര് ആ ചാലഞ്ച് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു പോയിൻ്റാണ് വഹാബ് സാറ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയുടെ പ്രവർത്തന മേഖല ഇസ്ലാമിക നിയമത്തിൽ സ്ത്രീയെ വീട്ടിലെ രാജ്ഞിയാക്കിയിരിക്കുകയാണ്. സമ്പാദനത്തിന്റെ ഉത്തരവാദിത്വം പുരുഷന്റെ മേലിലും. ഈ കാശുകൊണ്ട് വീടു നിയന്ത്രിക്കേണ്ടത് സ്ത്രീയുടെ കടമയാണ്. പുറം ലോകത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ്. സ്ത്രീക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമില്ല, യുദ്ധവും നിർബന്ധമില്ല. അതിൽ നിന്നൊക്കെ അവളെ തടയുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. സ്ത്രീക്ക് ജമാഅത്ത് നിസ്കാരമോ പള്ളികളിൽ സംബന്ധിക്കലോ ചെയ്യേണ്ടതില്ല. ചുരുക്കത്തിൽ ഒരു വിധേനയും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയില്ല. മതം ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇസ്ലാം സ്ത്രീയോട് കൽപ്പിക്കുന്നത് വീട്ടിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കാനാണ്. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കട്ടെ. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കട്ടെ എന്ന ആയത്തിന്റെ യഥാർത്ഥ അർത്ഥവും ഇതുതന്നെയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പച്ചമലയാളത്തിൽ ഈ സമൂഹത്തിൽ പണം പിടുങ്ങി അച്ചടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പേജാണ്. ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിയുടെ പ്രഭാഷണം വെച്ച് അലക്കാൻ വട്ടമേശയ്ക്ക് ചുറ്റും അന്നം തേടുന്നവർക്ക് നന്ദി ചെയ്യാൻ വേണ്ടിയിരുന്ന നിഷാദ് റാവുത്തർക്കും അജിംസിനുമൊക്കെ ഇതൊക്കെ ഒന്ന് വെച്ച് നാളെ ഒരു അന്തി ചർച്ച നടത്താൻ നട്ടെല്ലുണ്ടോ? ഒരു വട്ടമേശ ചർച്ചക്ക് നട്ടെല്ലുണ്ടോ? അപ്പോൾ വഹാബ് സക്കാഫി പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ മാത്രമല്ല സാറേ ഓരും പറഞ്ഞിരിക്കുന്ന ഉളത്തരം. ഇതല്ലേ പോയിന്റ്. വഹാബ് സക്കാഫിക്ക് ഈ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയതിൽ വല്ല ഡിസഗ്രിമെൻ്റ് ഉണ്ടോ? ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ. പക്ഷേ മൂപ്പർ ഈ ചർച്ച ദാവൂദ് സാറും പിന്നെ മറ്റേ അജിൻസും കൂടെ നടത്തുന്ന രസമായിരിക്കും. കാണാൻ രസമുണ്ടാവും ആൾക്കാർക്ക്. സംഭവം ശരിയാണ്. പക്ഷേ എനിക്ക് വഹാബ് സക്കാഫിനോട് ചോദിക്കാനുള്ളത്, ഇതിൽ ഈ പറഞ്ഞ പണം പിടുങ്ങാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി വെച്ചിട്ടുള്ള ഈ പുസ്തകത്തിൽ താങ്കളുടെ ഡിസഗ്രിമെൻ്റ് എന്താണ്? അതും കൂടെ ഒന്ന് പറയണ്ടേ. ഈ പറഞ്ഞത് തെറ്റാണെന്നെങ്കിൽ താങ്കൾ പറയണ്ടേ? അല്ലല്ലോ, താങ്കളുടെ അഭിപ്രായം ഇത് തന്നെയാണ്. അവിടെയാണ് പറഞ്ഞത് നമ്മൾ മാത്രമല്ല സാറേ ഉളത്തരം പറയണത്, മറ്റോരും പറയുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ പോയിന്റ്. അതിനിപ്പോൾ ഒരു ഡിബേറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല. നടത്തിയ രസമുണ്ടാവും കേട്ടോ, കാണാൻ രസമുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് യുക്തിവാദികൾ സ്വതന്ത്ര ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞ സ്ത്രീകളെ മതം അടിച്ചമർത്തുന്നു, സ്ത്രീകളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വന്നിട്ട് ആര് പറഞ്ഞു സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ കൊടുത്ത മതമാണ് എന്ന് പറഞ്ഞിട്ട് വരും. അതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. ഈ വൃത്തികേട് എല്ലാവരും പറയുന്നതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ യുക്തിവാദികളെ സ്വതന്ത്ര ഇന്ത്യക്കാർ ഇതൊക്കെ വെച്ച് വിമർശിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ തെറിവിളിയും ബഹളവും അധിക്ഷേപവും നീയൊക്കെ മറ്റേതല്ലടാ, നീയൊക്കെ അതല്ലടാ എന്നും പറഞ്ഞിട്ട് വരും. നീ സ്ത്രീയെ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വരും. അതൊക്കെ നമ്മൾ സൂറാത്തയുടെ ഈ പറഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വഹാബ് സക്കാഫിയുടെ പോസ്റ്റും അതിൻ്റെ അടിയിൽ വന്ന് വൃത്തികേടും കണ്ടാൽ മനസ്സിലാവും. വേറെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ സ്ത്രീ സംരക്ഷകർ അല്ലേ? അപ്പോൾ ഇവരുടെ റോൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് പണ്ഡിതന്മാരുടെ റോൾ എന്ന് പറഞ്ഞാൽ അവർ മതം പഠിച്ച് ജനങ്ങളെ പ്രൊഫസ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് വെപ്പ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ പാണ്ഡിത്യം ആർജിക്കുന്നുണ്ടോ? അതായത് പുതിയ കാലത്ത് ഈ വിശ്വാസികളായ മനുഷ്യരോട് ഈ കാലത്തിനനുസൃതമായി ഈ മതത്തെ വ്യാഖ്യാനിക്കാനും അത് പ്രൊഫസ് ചെയ്യാനുള്ള പാണ്ഡിത്യം ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പുതിയ കാലത്തിനനുസരിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കണം. അതായത് കേരള ഗവൺമെന്റ് നാട്ടിലൊന്നായി കള്ളുഷാപ്പ് ഇറക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് മദ്യപാനം ഹലാലാക്കാനും ഗവൺമെന്റിന്റെ മദ്യഷാപ്പുകൾ സജീവമാക്കാനുമുള്ള ഫത്വകൾ ഈ സമുദായം കൊടുക്കണം. സമൂഹത്തിൽ സ്ത്രീകൾ എല്ലാ പരിധിയും ലംഘിച്ച് ഇസ്ലാമിക വീക്ഷണപ്രകാരം അനിയന്ത്രിതമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടായാൽ വഖർന ഫീ ബുയൂത്തികുന്ന എന്ന് തുടങ്ങുന്നതും അല്ലാത്തതുമായ തത്തുല്യ ആശയങ്ങളുള്ള എല്ലാ ആയത്തുകളും ഹദീസുകളും നേർവിപരീതമായി മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് പൗരോഹിത്യമാണ്. അത് അജിൻസിന്റെ ഭാഗത്താണ് ആ തെറ്റ്. ആദ്യം മൊയന്ത് സാധനം ഏത് കാലഘട്ടത്തിലേക്കാണെന്ന് എഴുതി വെച്ച പുസ്തകം കാലഘട്ടത്തിനനുസരിച്ച് തിരുത്തണം എന്ന് പറഞ്ഞാൽ അജിൻസിന് ഇസ്ലാമിനെ പറ്റി അറിയില്ല എന്ന് അങ്ങേര് പറഞ്ഞത് കറക്റ്റാട്ടോ. അജിൻസിന് ഇസ്ലാമിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ. പക്ഷെ അജിൻസിൻ്റെ നിവൃത്തികേട് എനിക്ക് മനസ്സിലാവും. ഇത് പുറത്ത് പറയാൻ കൊള്ളൂല എന്നുള്ളത് അജിൻസിനും മനസ്സിലായിട്ടുണ്ട്. സംഭവം ഇതൊക്കെ ഒന്ന് ആധുനിക കാലഘട്ടത്തിനനുസരിച്ചൊന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ നമുക്ക് ഇങ്ങനെ കൊണ്ടെടുക്കാമല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. വഖഫ് സ്വത്തും സക്കാത്ത് സമ്പത്തും ഒക്കെ ദുരുപയോഗം ചെയ്ത് ഈ സമുദായത്തിൽ തടിച്ചു കൊഴുത്ത് വളർത്തിയെടുത്ത മീഡിയ വണ്ണിന്റെ ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ടാണ് ആനക്കയം ജബ്ബാറിന്റെയും ജാമിദയുടെയും വാദമുഖങ്ങൾ ഈ സമുദായത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചെലവിൽ അജിംസ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഗീർവാണം മുഴക്കുന്ന നിഷാദ് റാവുത്തരും അജിംസും കൂടെയുള്ള മാധ്യമപ്രവർത്തകയും ഒന്നിച്ചിരുന്ന് ആശ്വാസം കൊള്ളുന്നത് മറ്റൊരു വാചകമാണ്. ഇവരിങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രസ്താവനകളെ പൊക്കിപ്പിടിച്ച് വിവാദമാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സമുദായത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആരെയും കിട്ടുന്നില്ല എന്ന ആഹ്ലാദ പ്രകടനങ്ങളാണ്. അത് വഹാബ് സക്കാഫിന്റെ കരച്ചിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ജാതി കരച്ചിൽ വെച്ചിട്ട് ഇത് ഇസ്ലാം ദീനിലുള്ളതാണെന്നും പറഞ്ഞിട്ട് ഈ വൃത്തികേട് ഇസ്ലാം ദീനിലുള്ളതാണ്, പക്ഷേ സമൂഹത്തിൽ ദീനിലുള്ളത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നഫീസുമ്മയുടെ മകള് വരെ അതിനെ ചോദ്യം ചെയ്തപ്പോൾ, ഈ വൃത്തികേടിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയെന്ന്, എത്രത്തോളം ഈ പറഞ്ഞ സമൂഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നല്ല കരച്ചിലാണ് വഹാബ് സക്കാഫി. ഇവിടെ പറയുന്നത് വഖഫിൻ്റെ പൈസയും സക്കാത്തിൻ്റെ പൈസയൊക്കെ എടുത്തിട്ടാണ് മീഡിയ വണ്ണ് തുടങ്ങിയെന്നാണ് വഹാബ് സക്കാഫിയുടെ ആരോപണം. അതിന് മറുപടി പറയേണ്ടത് മീഡിയ വണ്ണുകാരാണ്, നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മൂപ്പര് പറഞ്ഞതെന്താ വെച്ചാൽ ആനക്കയം ജബ്ബാറിൻ്റെയും ജാമിദയുടെയും ആശയം അജിൻസ് പറയുന്നു എന്നാണ്. അപ്പോൾ അജിൻസിനെ എക്സ് മുസ്ലിം ആക്കിയോ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കി. ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒക്കെ എക്സ് മുസ്ലിങ്ങളാണോ? എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വഹാബ് സക്കാഫിക്ക് ഭയങ്കര ഗുരുവാണ് പൊട്ടിയതെന്ന് മനസ്സിലായി. ആദ്യം വഹാബ് സക്കാഫി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ, നിങ്ങളെ ഈ മതമൊക്കെ പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്തതാണ് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വഹാബ് സക്കാഫി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്തതാണ് നിങ്ങളുടെ മതം. ആദ്യം വഹാബ് സക്കാഫി തിരിച്ചറിഞ്ഞാൽ
നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇദ്ദേഹത്തെ അനുകൂലിച്ച് ആരും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. എന്നാര് പറഞ്ഞു? ആ പണ്ഡിതൻ സംസാരിച്ച സംസാരത്തിന്റെ കണ്ടന്റ്, അതിന്റെ ആശയം സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം, അനിയന്ത്രിതമായ അനിസ്ലാമികമായ രീതിയിൽ റീലുകൾ ഇടുകയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മതവിരുദ്ധമാണ്. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഇസ്ലാമിക ശരീഅത്ത് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ ആ നിയമങ്ങൾക്ക് വിധേയപ്പെടണം എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആകത്തുക. അതിന് ആരാണ് പിന്തുണക്കാത്തത്? അതിനോട് ആരാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ലേശം അന്തം കുന്തുള്ള മനുഷ്യർ അല്ലാത്ത മൊയന്തുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ തന്നെയാണ് സമൂഹത്തിന്റെ പരാജയവും. നിങ്ങൾ പറഞ്ഞ ഇതുപോലുള്ള മൊയന്ത് വർത്താനം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അത് സമൂഹത്തിന് മുമ്പിൽ പറയാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് കൊള്ളാം. മുമ്പൊക്കെ കുറെ പേര് അദ്ദേഹം മതമാണ് പറയുന്നത്, അദ്ദേഹം മതം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നെങ്കിലും ചോദിക്കുമായിരുന്നു. ആ ചോദ്യം ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ പേരെടുത്തു പറയാതെ, വൈയക്തികമായ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യാതെ ഒരു പണ്ഡിതൻ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയ സംസാരം, അതിലേക്ക് പൊതുവായി അദ്ദേഹം കൊണ്ടുവന്നൊരു ഉദാഹരണം, ഇതൊക്കെ എടുത്തു വെച്ച് ആ വീഡിയോയിലേക്ക് വ്യക്തികളെയും അഡ്രസ്സിനെയൊക്കെ ആഡ് ചെയ്തത് ഇവിടെയുള്ള വിവാദം ആഗ്രഹിക്കുന്ന, വിവാദങ്ങളിൽ അഭിരമിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ? അദ്ദേഹം പറഞ്ഞ മതപരമായ കണ്ടന്റിന് എന്താണ് പ്രശ്നമുള്ളത്? അത് അന്ന് ചോദിച്ചതുപോലെ ഇന്നും മുസ്ലിമീങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയൊക്കെ കേട്ടിട്ട് വഹാബി സക്കാഫിക്ക് ഇല്ല പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതന്നെയാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് മനസ്സിലാവാത്തതാണ് നിങ്ങളെ പ്രശ്നം. അതാണ് നിങ്ങളെ മതത്തിന്റെ പ്രശ്നവും. മനസ്സിലായില്ലേ? ഇന്നാരും അത് പറയുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒട്ടും അപ്ഡേറ്റ് അല്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഏതോ ഒരു നൂറ്റാണ്ടിൽ ചിന്തയുമായി ജീവിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും മനസ്സിലാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയ വണ്ണിൽ നിന്ന് കിട്ടുന്ന അന്നത്തിനു വേണ്ടി തൊള്ളയിൽ വരുന്നത് മുഴുവൻ വിളിച്ചു കൂവരുത് അജിംസ്. ഇനി അദ്ദേഹം ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങളെ 6-ാം നൂറ്റാണ്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ചിന്താഗതിയായും ആ വട്ടമേശയിൽ ഇരുന്ന് വിളിച്ചു കൂവുന്നുണ്ട്. എന്താണ് ഇവിടെയുള്ള എക്സ് മുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ഇസ്ലാമിക ശരീഅത്തിനെയും വിശ്വാസത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്ഷേപിക്കുന്നത്? ആ ആക്ഷേപങ്ങളൊക്കെ നിർബാധം അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്. സക്കാത്തിന്റെയും വഖഫിന്റെയും ചെലവിൽ തടിച്ചു കൊടുത്ത ഒരു മാധ്യമ ചാനലിന്റെ അകത്തിരുന്നുകൊണ്ട്. വീണ്ടും സക്കാത്തിന്റെയും വഖഫിന്റെയും പൈസ എടുത്തിട്ട് മാധ്യമത്തിൽ ഇരുന്നിട്ട് എക്സ് മുസ്ലിങ്ങളെ വർത്താനം പറയുന്നു. അജിൻസ് വളരെ മോശട്ട ജിൻസെ, ഇങ്ങനൊന്നും ചെയ്യരുത്, മൂപ്പർക്ക് ഭയങ്കര വിഷമമുണ്ട്, മൂപ്പർ ഇപ്പോൾ കരയും, അതിന്റെ മുമ്പ് നിങ്ങൾ നിർത്തിക്കോളേ. ഏതായാലും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റപ്പെട്ടു പോകുമെന്നൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങളാരും വട്ടമേശ കൂടേണ്ടതില്ല, ഇരുട്ടുമുറിയിൽ അഭയം തേടേണ്ടതില്ല. മുസ്ലിം പണ്ഡിതന്മാര് പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുവെ മനുഷ്യ സഹജമായി സംസാരങ്ങളിൽ വരുന്ന സ്ഖലിതങ്ങളോ എന്തെങ്കിലുമൊക്കെ പാകപ്പഴകുകളോ ഉണ്ടെങ്കിൽ മാന്യമായ തിരുത്തലുകളെ ഉൾക്കൊള്ളുവാനും സ്വാഗതം ചെയ്യുവാനും മുസ്ലിം പണ്ഡിതന്മാർക്ക് അശേഷം മടിയുമില്ല. അത് സഹജമായ മനുഷ്യന്റെ ദുർബലതയാണെന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. എന്നാൽ അത്തരം എന്തെങ്കിലുമൊക്കെ പൊക്കിപ്പിടിച്ചോ അല്ലാതെയോ മുസ്ലിം പണ്ഡിതന്മാരെ ഇസ്ലാമിക പ്രബോധനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ആരുടെയെങ്കിലൊക്കെ അജണ്ടയുടെ ഭാഗമായി മുസ്ലിം പണ്ഡിതരെ പ്രതിക്കൂട്ടിൽ നിർത്താനുമാണ് ഇത്തരം ചില മുസ്ലിം വിരുദ്ധരുടെയും വിധേയ കക്ഷികളുടെയും താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിന് തൽക്കാലം ഈ സമുദായം നിന്നു തരികയില്ല. നിങ്ങൾ വേട്ടയാടുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമുദായം ഇസ്ലാമിനെ ഇസ്ലാമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയാനുള്ളത്. നമ്മളെ തോൽപ്പിക്കാനാവില്ല, നമ്മൾ തന്നെയാണ് സൂപ്പർ. ഇവിടെ ഇതിലെന്തോ സ്ഖലിതങ്ങൾ വന്നു എന്ന് മൂപ്പര് പറഞ്ഞോ പറയാതിരുന്നോ എനിക്ക് മനസ്സിലായില്ല. നമ്മളിടക്ക് സ്ഖലിതങ്ങൾ ഇത് മൊത്തത്തിൽ സ്ഖലിതമല്ലേ, മൊത്തത്തിൽ പൊട്ടത്തരമല്ലേ? എനിക്ക് മനസ്സിലായില്ല ഈ പോയിൻ്റ് എന്താണ്. നമ്മളേതായാലും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, നമ്മൾ ഭയങ്കര ശക്തരായിട്ടുള്ള ആളുകളാണ് എന്നാണ്. ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മളാരും തോൽപ്പിക്കാൻ, നമ്മൾ സൂപ്പറാണ്, നമ്മളെ എല്ലാവരും സപ്പോർട്ടും ഞമ്മക്കുണ്ട്, നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് സക്കാഫി സാറ് പറയണത്. ആരും തിരുത്താൻ വരണ്ട. അതിപ്പോൾ ഇനി വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ മീഡിയ വണ്ണാണെങ്കിൽ പോലും വരണ്ട എന്നാണ്. പിന്നെ അവിടെ വെക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സ് മുസ്ലിങ്ങളുടെ വാദമാണെന്നാണ്. അപ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ വാദം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇതേപോലുള്ള വൃത്തികേടുകളെ ചോദ്യം ചെയ്യുന്നതാണ് എങ്കിൽ അതല്ലേ വേണ്ടത് സമൂഹത്തിന്. ഈ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും കഥകളും അതിലുള്ള നിയമങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നും അതാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് പറയുന്ന സാധനത്തിനെ, വൃത്തികേടിനെ ചോദ്യം ചെയ്യുന്നത് നല്ലതല്ലേ? സക്കാഫി, വഹാബെ, നിങ്ങൾ എത്ര പട്ടം എടുത്തിട്ടും കാര്യമില്ല.
നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഡിസ്കണക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതൊക്കെ. നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കൂടുതൽ പേർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ മീഡിയ വണ്ണ് പോലും ഇരുന്നിട്ട് പറയേണ്ടി വരുന്നത്. നിങ്ങൾ സമൂഹത്തിന് പുറകോട്ട് വലിക്കുകയാണ് എന്നാണ് ഇതൊന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ആളുകൾ പറയും ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ്? മറ്റുള്ള സമുദായങ്ങളിലൊക്കെ ഉണ്ട് ഇതേപോലെ പിന്നോക്കാവസ്ഥ, ജാതി വ്യവസ്ഥ കൊണ്ടുണ്ടായിട്ടുള്ള പിന്നോക്കാവസ്ഥകൾ മറ്റുള്ള സമുദായങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിം സമുദായത്തിലെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ പറഞ്ഞ ഉസ്താദുമാരെ ചൂണ്ടിക്കാണിക്കാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം തന്നെയാണ്. അത് സാധാരണ ഇടത് ചിന്തകരോടാണ് പറയാനുള്ളത്. സോക്കോൾഡ് ഇടത് ചിന്തകരിട്ടോ. ഇടത് ചിന്ത എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയിരിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഇടതെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സംഭവത്തിനൊന്നും വിമർശിക്കുന്നത് ശരിയല്ലാതെ ഇസ്ലാമോഫോബിയ പരത്തുന്നതാണ് എന്ന് പറഞ്ഞെടുക്കുന്ന ചില ചിന്തകരുണ്ട്. അവരും പറയുന്നത് ഇടതാണെന്നാണ്. ഇസ്ലാം എങ്ങനെയാണ് ഇടതായതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവരോടൊക്കെ പറയുമ്പോൾ. ഈ സമൂഹത്തെ വീണ്ടും ആ പിന്നോക്കാവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നതാണ് ഇതേപോലുള്ള വൃത്തികേടുകൾ പറയുന്ന പണ്ഡിതന്മാർ. ഈ ഉസ്താദ് തന്നെ പറയുന്നത് എന്താണ്? ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട് എന്നാണ്. ഈ പറഞ്ഞതിനൊക്കെ ഈ പറഞ്ഞ സമുദായം സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ സമുദായത്തിൽ പല മേഖലകളിലേക്കും ഉയർന്നു വരാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇതേപോലെ ഉസ്താദുമാർ വയ്ക്കുന്ന സമൂഹത്തിലെ പുറകോട്ട് വലിക്കുന്ന ഇതേപോലുള്ള സംഭവങ്ങളെ ഇന്നും വിമർശിക്കാൻ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വരുന്നില്ല. അത് അതിൽ നിന്നും ആ മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് വന്നിട്ട് വിമർശിക്കുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റ് ചാപ്പകൾ വെച്ചിട്ട്, അതായത് സംഖ്യയെന്നും വൃത്തികെട്ടവനെന്നും എന്നൊക്കെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുക. ആ സമുദായത്തിൽ നിന്ന് പുറത്ത് വന്ന് ഇതിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവന് മനുഷ്യത്വ വിരുദ്ധനാണ്, അവന് മുസ്ലിം വിരുദ്ധനാണ്, അവന് മുസ്ലിങ്ങളെ കൊലക്കി കൊടുക്കുന്നു, അവന് കൂട്ടിക്കൊടുക്കുന്നു, അവന് സമുദായത്തിന് അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും. അവനെന്താ ചെയ്യുന്നത്? ഈ പുറത്ത് വന്നിട്ട് പറയണത് ഇത് സമുദായത്തിന് ദോഷമാണ്, സമൂഹത്തിന് തന്നെ ദോഷമാണ്. സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമുദായം ഈ സമൂഹത്തെ മൊത്തം പുറകോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ ചെയ്യുന്ന വൃത്തികേട് ഈ സമൂഹത്തിനെ പുറകോട്ട് വലിക്കുന്നതാണ് എന്ന് തന്നെയാണ് പറയണത്. ഈ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഇതുപോലുള്ള വൃത്തികേടുകൾ പറയുന്ന പണ്ഡിതന്മാരും അതനുസരിക്കാൻ തയ്യാറാകുന്ന ആളുകളുമാണ്. ഇന്നൊരു സ്ത്രീക്ക് ഒരു പുറത്ത് വന്നൊരു ജോലിക്ക് പോകാനോ ഒരു യാത്ര ചെയ്യാനോ ഒരു വീഡിയോ, അവർ സന്തോഷിക്കുന്ന ഒരു വീഡിയോ പോലും പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വീണ്ടും. അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നതാണ് ഇവർ. നിങ്ങൾ ഒരുപാട് കാലം കെട്ടിയിട്ട് ഇതേപോലെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയ ആളുകൾ പുറത്ത് വന്നിട്ട് സന്തോഷിക്കുമ്പോൾ അതിന് പോലും കല്ലുകടിയായിട്ട് ഇതുപോലെ വൃത്തികേട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. എന്നാ മനസ്സിലാവാമെന്ന് എനിക്കറിയില്ല. ഇബ്രാഹിം സഖാഫി ഈ പറഞ്ഞ പോയത്തരം പറഞ്ഞതിനെ കുറിച്ചിട്ട് സക്കാഫിമാരുടെ വലിയ സക്കാഫി ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രശസ്ത പണ്ഡിതനാണ് ആര്? ഇബ്രാഹിം സക്കാഫി. ആ സക്കാഫി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മുടെ എക്സസൈസ് പോലും ചെയ്യാൻ സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചപ്പോൾ മൂപ്പരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയുകയുമില്ല. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ പറയില്ല, മൂപ്പര് പറഞ്ഞതിന് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് ഓൾറെഡി ഞാൻ എയറിലാണ്. ഈ മൂപ്പരതും കൂടെ നമ്മൾ പിടിച്ചിട്ട് ഞാൻ അതിന് വെച്ചിട്ട് ഇനി സ്പേസിലേക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാന്തപുരം ഉസ്താദ് എന്താ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മൂപ്പര് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പൊ ഹജ്ജിന്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിലേ സ്ത്രീ യാത്ര പോകേണ്ടതുള്ളൂ. പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലേ അവിടെ. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യത്തിൽ കൂടാനൊന്നും കഴിയും. ചിലപ്പോ
ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതേവരെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പൊ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിക്കും തിരക്കിലും പെട്ടിട്ട് പ്രശ്നമാവും, തിക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും പുറത്തേക്ക് വിടണ്ട. നമ്മൾ വിടാറില്ല, നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പറയുന്നത്. ആളുകൾ സ്പേസിലേക്ക് പോയി തുടങ്ങി പെണ്ണുങ്ങളൊക്കെ. അപ്പോഴാണ് പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ടിട്ട് പെണ്ണുങ്ങൾ അടങ്ങാറാവും. അപ്പോൾ ആണുണ്ടെങ്കിലേ സംഭവം നടക്കുകയുള്ളൂ. എങ്ങനെയുണ്ട്? സമുദായത്തിനെ മുന്നോട്ട് നയിക്കുന്ന നേതാക്കളാണ് ഇവരൊക്കെ. കൊള്ളാം. മാധ്യമപ്രവർത്തകർ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് ഇപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷം അങ്ങനെ അത്തരത്തിലുള്ള അതായത് ഈ നഫീസമ്മ പോയത് അവരുടെ മകളുടെ കൂടെയാണ് പോയത്. അതൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം പറഞ്ഞത് ഹഫീസമ്മ, ഞാനതൊന്നും അറിയില്ല. ഞാൻ മറുപടി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ ഏത് ഇബ്രാഹിമാ പറഞ്ഞത്, ഏത് നഫീസമ്മയാണ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വിവരം തന്നെ ഞാൻ കേട്ടിട്ടേ ഇല്ല. അതെ, നമ്മൾ കേട്ടിട്ടില്ല. ഈ ഏതാണ് ഈ ചെങ്ങായി, ഏതാണ് ഈ മൊയന്ത്? ഇബ്രാഹിം സക്കാഫി പുരക്കാട്ടിരി. ആരത് ആര് വൈബാണ്? ഞമ്മക്കറിയില്ല തോന്നുന്നു. ഇജ്ജാതി വള്ളിയൊന്നും ഓൾറെഡി ഞാൻ വള്ളി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇജ്ജാതി വള്ളിയൊന്നും ഇന്നെക്കൊണ്ട് പിടിക്കാൻ വയ്യ. ഞങ്ങൾ എല്ലാം തന്നെ പ്രായക്കായി. ആ ഒരു അവസ്ഥയിലാണ് കാന്തപുരം ഉസ്താദ്. പുതിയ വള്ളി കൊണ്ട് വന്നിരിക്കുക. ഞാൻ പിടിച്ച വള്ളി തന്നെ ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു വള്ളി ഇബ്രാഹിം സക്കാഫി. ആരതൊക്കെ? ഇപ്പോൾ എനിക്ക് കാന്തപുരത്തിലുണ്ടല്ലോ, ആ പേരോട് ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങളെ കൂടെയുള്ള പേരോട് സക്കാഫിയില്ലേ, മൂപ്പരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. മൂപ്പർ പറഞ്ഞു തരും ആരാണ് ഇബ്രാഹിം സക്കാഫി എന്ന്. നിങ്ങളൊക്കെ മോശമാട്ടെ ഇങ്ങനെ ഇബ്രാഹിം സക്കാഫിനൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ. കാന്തപുരം ഞാൻ ഇബ്രാഹിം സക്കാഫിനോട് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാന്തപുരസ്ഥത് പറഞ്ഞു നിങ്ങളെ ഏതാ, നീ ഏതാന്നാണ് ചോദിക്കുന്നത്. അവിടെ വീണ്ടും കാന്തപുരസ്ഥത് ഇബ്രാഹിം സക്കാഫിനെ എന്താക്കിയെന്ന് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി എന്തോ പറയുന്നുണ്ട്. അതെ, അപ്പോൾ ഇബ്രാഹിം സക്കാഫിനെ കാന്തപുരസ്താദും ആകാശത്തേക്ക് വിട്ട് പൊട്ടിച്ചെന്നാണ് പറഞ്ഞത്. ഏറിപ്പോയി ആശാട്ടതൊക്കെ. ഇനി ഇത് ഈ പറഞ്ഞ നമ്മളെ വഹാബ് സക്കാഫി നമ്മൾ മാത്രമല്ല ഓരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പണ്ഡിതൻ്റെ ഒരു പ്രസംഗം മൂപ്പര് ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് കേട്ടു നോക്കാം. മലബാറിലെ ഒരു മാപ്പിള കുടുംബത്തിൽ ഭക്ഷണം കഴിക്കാൻ ആ വീട്ടുകാരോടൊപ്പം കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വീട്ടുകാരെ പരിചയപ്പെടുകയും വീട്ടുകാരിയെയും മക്കളെയും ഒക്കെ ഒന്ന് കൂട്ടിമുട്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോരാമെന്ന് കരുതി അവരോട് വരാൻ പറഞ്ഞു. ഭർത്താവിനോട് നിങ്ങളുടെ ഇണയെ വിളിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. ആ സഹോദരി വന്നു. നമ്മുടെ മലബാറിൽ സാധാരണ പതിവുള്ളതുപോലെ, ഇപ്പോഴല്ല പണ്ട് മലബാറിൽ സാധാരണ പതിവുള്ളതുപോലെ ആ സഹോദരി വന്ന് വാതിലിന്റെ മറവിൽ ഒരു 80% ഭാഗം വാതിലിന്റെ മറവിലും ബാക്കി ഒരു 20-25% പുറത്തും എന്ന മട്ടിൽ എന്നോട് സംസാരിച്ചു. ഒരു അനൗചിത്യമില്ല, വളരെ മാന്യമായ ഒരു രീതിയായിട്ട് നമുക്കതിനെ കാണാം. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിൽ മുമ്പ് ഒരു അന്യപുരുഷൻ വന്നാൽ സ്ത്രീകൾ ഇങ്ങനെയാ സംസാരിക്കുക, വാതിലിന്റെ മറ പറ്റി, അല്ലാതെ എന്നെ നോക്കൂ എന്ന മട്ടിൽ പോലും ഇങ്ങോട്ട് വരൂല. നമ്മൾ അങ്ങനെ ഒരു പെണ്ണുങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ തന്നെ ചുളിപ്പോകും. അതിന്റെ ഒരു അതവുണ്ട്. ആ അതവിലാണ് ആ സ്ത്രീ സംസാരിച്ചത്. അങ്ങനെ പരിചയപ്പെട്ടു, കുട്ടികളെ പരിചയപ്പെട്ടു, അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. ഞങ്ങൾ പിരിഞ്ഞു. ഇതിന്റെ ഇടയിൽ വർഷങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലൈവ് സമ്മേളനങ്ങളുടെ ലൈവ് ഒക്കെ വ്യാപകമായതിനു ശേഷം ഒരു ദിവസം ഏതോ ഒരു സമ്മേളനത്തിന്റെ ലൈവ് നോക്കുന്നതിന് വേണ്ടി ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോ ഈ സഹോദരിയും അവരുടെ ഭർത്താവും ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ, ഫുൾ സൈസ് ഫോട്ടോ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. അതെന്താണ്? അവരുടെ വിവാഹത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചേർത്ത് നിർത്തിയിട്ട് ഫുൾ സൈസ് ഫോട്ടോ എടുത്തിട്ട് FB-യിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കുഴപ്പവും അവർക്കില്ലാതായി. 15 വർഷങ്ങൾക്ക് മുമ്പ് വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തായ എന്നോട് പോലും സംസാരിച്ച ആ സ്ത്രീ 15 വർഷത്തിന്റെ ഇടയിലെ നമ്മൾ കൈവരിച്ച പുരോഗതിയുടെ ഫലമായിട്ട് ഉള്ള മാനം നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പുരോഗമിച്ചു എന്നല്ല. FB ഉപയോഗിക്കണോ വേണ്ട, അതല്ല എന്റെ വിഷയം. ഏത് സംവിധാനത്തെ കുറിച്ചും നമ്മുടെ ഉദ്ദേശം നല്ലതിനാണെങ്കിൽ എല്ലാം നല്ലതാണ്. സാധനം നല്ലതായാൽ അടിസ്ഥാനപരമായി അത് നന്മ
ഉൾക്കൊള്ളുന്നതും നന്മ പ്രചരിപ്പിക്കാൻ പറ്റിയതുമാണെങ്കിൽ എല്ലാം നല്ലതാണ്. നമ്മൾ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. എന്നല്ല, അങ്ങാടികളിൽ ആളുകളെ കാണുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് അവിടെയും പ്രബോധനവും സംസ്കരണവും ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഓരോരുത്തരും വീട്ടിലെ കാര്യം വിളിച്ചു വരാനുള്ള സ്ഥലമായിട്ട് നമ്മളിപ്പോ തിരൂരിന്റെ ഈ അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിന്റെ എവിടെയെങ്കിലും ട്രാഫിക് ഐലൻഡിൽ വിവാഹത്തിന്റെ 25ാം വാർഷികമെന്ന് വിചാരിച്ചിട്ട് ഭാര്യനെയും കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുവോ? ഇങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകേണ്ടിയിരുന്നു ഈ പോസ്റ്റ്. പക്ഷെ അവരങ്ങനെ ചിന്തിച്ചില്ല. ഈ അങ്ങാടിയേക്കാൾ വലിയ അങ്ങാടിയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ അത്യാവശ്യം വിവരമുള്ള ആ ദമ്പതികൾക്ക് പോലും കഴിഞ്ഞില്ല. എന്റെ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം അവരുടെ കൈവശമുണ്ടായിരുന്നെങ്കിൽ, ഏതാണ്ട് വെളുത്ത് തടിച്ച ഒരു സ്ത്രീയുടെ ഇതുവരെയുള്ള ഒരു കൈ ഉള്ള ഒരു ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫുൾ സൈസ് ഫോട്ടോ FB-യിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല ഞങ്ങളുടെ വിവാഹ വാർഷികം എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയേണ്ടിയിരുന്നു. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലജ്ജ എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അതെ, ഭയങ്കര ഗൗരവമുള്ളൊരു സംഭവമാണ് ലജ്ജ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലജ്ജ. ലജ്ജ ഇല്ലാതായി. എന്താണ് ലജ്ജ ഇല്ലാതായത്? 15 വർഷം മുമ്പ് ഒരു വാതിലിൻ്റെ മറവിൽ വന്നിരുന്നിട്ടാണ് എന്താണ് ഒക്കെ വിളിച്ചീനിയാന്ന് ചോദിച്ചിട്ട് വന്നിരുന്ന പെണ്ണുങ്ങൾ ഇപ്പം എന്ത് ചെയ്ത്, അവരുടെ വിവാഹ വാർഷികത്തിൽ സ്വന്തം ഭർത്താവ് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു. ലജ്ജയുണ്ടോ എന്ന് പറഞ്ഞിട്ട് മൗദൂദി മൗലവി പറയുന്നത്. ഇതാരാണ് ഷെയർ ചെയ്യണമെന്ന് അറിയാം? ഇത് വഹാബ് സക്കാഫി മുപ്പര ഫേസ്ബുക്കിലിട്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഉപദേശം അവിടെ കൊണ്ടു കൊടുക്കുന്നത്. നമ്മൾ മാത്രമല്ല സാറേ, ഓരുണ്ട് വൃത്തികേട് പറയണതിൽ. എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ വൃത്തികേട് ഈ പറഞ്ഞ വിഭാഗത്തിലും ജമാഅത്ത് ഇസ്ലാമിലുള്ളത്? ഇത് ഇസ്ലാമിൻ്റെ വൃത്തികേടായതുകൊണ്ടാണ്. നിങ്ങളെ മതത്തിൻ്റെ പ്രശ്നമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വഹാബ് സക്കാഫി ഇപ്പം എന്തിനാ ഇപ്പം ഇത് ഇട്ടത്? ഇത് വൃത്തികേടാണെന്ന് വഹാബ് സക്കാഫിക്ക് തോന്നുന്നുണ്ടോ? വഹാബ് സക്കാഫി ഈ പറഞ്ഞ ഈ പിന്നെ മൗദൂദി മൗലവി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഡിസഗ്രി ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം വഹാബ് സക്കാഫി ഇത് തന്നെയാണ് സാധനം. അതാണ് പറഞ്ഞത്. ഈ മൗദൂദി ആണെങ്കിലും വഹാബി ആണെങ്കിലും സമസ്തൻ്റെ വഹാബ് സക്കാഫി ആണെങ്കിലും അഖിലേന്ത്യാ സമസ്തയാണെങ്കിലും ഇനി ഇൻ്റർനാഷണൽ സമസ്തയാണെങ്കിലും എല്ലാവരും ഇസ്ലാം ആണെങ്കിൽ ഈ വൃത്തികേട് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. അത് വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ഇതാണ് എന്ത് സമുദായത്തിന് പേര് നശിപ്പിക്കുന്ന പോയത്തക്കാർ എന്ന് പറയുന്നത്. സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളിൽ അതിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് മക്കളുടെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു വീഡിയോ ഇട്ടതിൻ്റെ പുകിലാണ് ഇതൊക്കെ. മഞ്ഞുവാരി എറിയുന്നു, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. മഞ്ഞുവാരി എറിഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങളെ മേത്തേക്കൊന്നല്ലല്ലോ എറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് എടാ അങ്ങനെ എറിയത് മോശമാണെന്ന്. വിധവ എന്താ ചെയ്യേണ്ടത്? ഇതെന്താണിത്? ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. വിധവയ്ക്ക് അങ്ങനെ വല്ല സ്ഥലത്തും ദിക്റും സലാത്തും ചൊല്ലിയിരുന്നോ എന്നുള്ള വൈബാ. എന്താണ് വിധവയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു വഹാബി, ഇത് വഹാബ് സക്കാഫി അല്ല, ഒരു വഹാബി ആയിട്ടുള്ള നമ്മൾ റഫീഖ് സലഫി പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കാം റഫീഖ് സലഫി എന്താ പറയണതെന്ന്. ഇസ്ലാം ഈ രംഗത്ത് നൽകുന്ന മനോഹരമായ ആശയം നോക്കൂ നിങ്ങൾ. ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെടുക എന്ന് പറയുന്നത് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ജീവിത പങ്കാളിയെയാണ് നഷ്ടമാകുന്നത്. അതിലൂടെ ആ സ്ത്രീയുടെ മനസ്സ് ഏറെ വേദനിക്കുകയാണ്. അവൾ വിധവയായി മാറുമ്പോൾ പലപ്പോഴും അവളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം അവളുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചനാഥൻ അവൾക്ക് പ്രത്യേകമായ പരിഗണന നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ അവളുടെ വിഷയത്തിൽ പറഞ്ഞത്, ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവ അവളുടെ കാര്യത്തിൽ പരിശ്രമിക്കുകയും അവളെ വീണ്ടും ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകുകയും അതിനാവശ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവൾക്ക് വീണ്ടും ജീവിതത്തിൽ പ്രതീക്ഷ നൽകി ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് അവളെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് വമ്പിച്ച പ്രതിഫലം ഓഫർ ചെയ്ത മതമാണ് അള്ളാഹുവിൻ്റെ ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ അതാണ്. വമ്പിച്ച ഓഫർ കൊടുക്കുന്ന മതമാണ്. എന്താണ്? ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ വേഗം പിടിച്ചിട്ട് അടുത്ത ഭർത്താവിനെ ഏൽപ്പിക്കുക, വേറൊരാളെ കെട്ടിച്ചെടുക്കുക. അല്ലാണ്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ അതൊന്നും വിഷയമല്ല. കാരണം ഇതിങ്ങനെ കൊണ്ടെടുക്കാനുള്ളതാണല്ലോ. ഒരാൾക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കുക. അതായത് സ്വന്തമായിട്ടൊരു അസ്തിത്വം ഇല്ല. ഭാര്യ മരിച്ചു പോയ ഭർത്താവ് അദ്ദേഹത്തിന് തോന്നുകയാണ് വിവാഹം കഴിക്കേണ്ട, അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റൂലേ? പറ്റും. അതിലൊന്നും വരെ ആർക്കും ഡിസഗ്രിമെൻ്റ് പറയില്ല. അതേപോലെ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് രണ്ടാമത് വിവാഹം കഴിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയില്ലേ?
സ്വാഭാവികമായിട്ട് കഴിയേണ്ടതാണ്. പക്ഷെ എന്താ, അത് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചത് എന്താണ്? ആ സ്ത്രീയെ ഇത് വിദ്യാഭ്യാസത്തിനോ ഇതേപോലെ പുറത്ത് പോയിട്ട് സമൂഹത്തിൽ ഇടപഴകാനോ നിങ്ങളെ മതം അനുവദിക്കുന്നില്ല. ഒരു പുരുഷന് കിട്ടേണ്ട എല്ലാ സംഭവങ്ങളും ഒരു സ്ത്രീക്കും കിട്ടേണ്ടതുണ്ട്. സമൂഹത്തിൽ തുല്യ അന്തസ്സും അവകാശവും ഉള്ളവരാണെന്ന് നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അവിടെ സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടാണ് പറയണത് നിങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചതാരാ? നിങ്ങളെ ഈ സാധനമാണ്, മതമാണ്. നിങ്ങളെ മതമാണ് ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഒരു സ്ത്രീയെ. ഇന്നും ആ സാഹചര്യത്തിലേക്ക് പിടിച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ മതമാണ്. ഇത് സമൂഹത്തിൽ എത്ര ദുരന്തങ്ങളാണ് വരുത്തി വയ്ക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പലപ്പോഴും അത് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഒരു ജീവിതകാലം മുഴുവനും സ്വന്തമായിട്ട് ഇതേപോലെ അധ്വാനിക്കാനോ മറ്റോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരാളെ ഒപ്രസ് ചെയ്ത് തള്ളിവിട്ടിട്ട് എന്നിട്ട് പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചതിനെക്കുറിച്ച് അവർക്ക് ചിന്തയേ ഇല്ല. ഇവിടെ സ്വന്തമായിട്ട് ഒരു വരുമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ, എന്താ കുഴപ്പം? ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. എല്ലാവർക്കും ഇതേപോലെ സ്വന്തമായിട്ട് ഒരു പുരുഷൻ എങ്ങനെയാണോ പുറത്തു പോയി അധ്വാനിച്ച് വരാൻ കഴിയുന്നത്, അവർക്ക് അവനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അവന് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ സെയിൽസ്മാനോ എന്തോ ആയിക്കോട്ടെ, അവന് സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുന്ന അവന് സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരവകാശങ്ങൾ പുരുഷന് കൊടുക്കുകയാണെങ്കിൽ അതേ അവകാശം ഒരു സ്ത്രീക്കുണ്ടെന്നേ. അവിടെ അത് തടയുമ്പോഴാണ് ഈ പറഞ്ഞ പൊതുസമൂഹത്തിൽ ഈ പറഞ്ഞ എന്താ പറയുക സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്ത വ്യക്തികളായിട്ട് സ്ത്രീകൾ മാറുന്നത്. ആ സോഷ്യൽ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ റിഗ്രസീവായിട്ടുള്ള ഐഡിയകൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ്. ആ സോഷ്യൽ ക്യാപിറ്റൽ പുറത്തിറങ്ങിയിട്ട് ഒരു ജോലിക്ക് പോകാൻ പോലും പെട്ടെന്ന് ഭർത്താവ് മരിക്കുമ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ആ ഭർത്താവ് ചെയ്യുന്ന അതേപോലെ സമൂഹത്തിൽ ഇടപഴകിയിട്ട് ആ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതേപോലുള്ള വാർത്തകൾ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫൗസിയാന്നാണ്. ഇവിടെ വാടക വീട്ടിൽ താമസിക്കുകയാണ്. എനിക്ക് 6 പെൺകുട്ടികളാണ്. എൻ്റെ ഹസ്ബൻഡ് 8 വർഷമായിട്ട് എൻ്റെ അടുത്ത് പോയതാണ്. ഞാൻ പെൺകുട്ടികളായിട്ട് ഇപ്പോൾ ക്വാർട്ടേഴ്സിന് വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. കുട്ടികളെ പഠിപ്പിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് അപേക്ഷിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ്? അവിടെ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ആ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്താണെന്ന് ഇനിയെങ്കിലും ചിന്തിക്കുക. ഇതേ സമൂഹത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ടാലൻറ്റ്, ചില കാര്യങ്ങളൊക്കെ മാനേജ്, ചില വീട്ടിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ചില ഇവൻറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള അവരുടെ സ്കില്ല് വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരെക്കാളും ടാലൻ്റുള്ള ആളുകളുണ്ട്. സ്ത്രീകൾ, ഭയങ്കര കഴിവുള്ള സ്ത്രീകളുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന എത്ര സ്ത്രീകളുണ്ട്. വീട്ടിൻ്റെ ഉള്ളിലായിപ്പോയി ബുയൂത്ത കുന്ന എന്ന് പറഞ്ഞിട്ട് മറ്റേ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിലേക്കാക്കുകയാണ്. ഈ പറഞ്ഞ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ പുരുഷനെ പോലെ തന്നെ ലീഡർഷിപ്പിലേക്കും അല്ലെങ്കിൽ ഇതേപോലെ കണ്ടുപിടുത്തങ്ങളിലേക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ കഴിവുള്ള ടാലൻ്റുള്ള ആളുകളെ അവർക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല എന്ന രീതിയിൽ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ ആക്കിയതിൻ്റെ പേരിൽ എത്ര ആളുകൾ, ടാലൻ്റുള്ള ആളുകൾ ഇതേപോലെ വീട്ടിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളൊന്നും ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിലൊക്കെ എത്ര സ്ത്രീകളുണ്ട്, നല്ല ടാലൻ്റ്, നല്ല കഴിവുള്ള ആളുകൾ. സോഷ്യൽ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തുകയാണ് അവരെ സോഷ്യൽ ക്യാപിറ്റലിൽ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് തിരിച്ചറിയുമെന്ന് അറിയില്ല. ഇവിടെ ഈ പറഞ്ഞ ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന പ്രസംഗങ്ങളൊന്ന് കേട്ടു. ഒരു ജോലി നേടുന്നതിനെക്കുറിച്ചിട്ട് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളൊന്ന് പരിശോധിക്കുക ഞങ്ങൾ. പെൺകുട്ടികൾ പറയാണ്, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ജോലിയാണ് വേണ്ടത്. എന്തിനാണ് ഈ ജോലിയെപ്പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ? നിങ്ങൾ ജോലിയെപ്പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ. ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം. പല കുട്ടികളും പറയുന്നു, ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടൂ. എന്തേ കാരണം? അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല.
അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല. 10 രൂപ തരുമോ എന്ന് അയാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെകളിപ്പിന്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത്? അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. മോട്ടിവേഷനല്ല, അവര് നൽകുന്നത് വിഷമാണ്. മോട്ടിവേഷന്റെ പേരിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവര് വിഷമാണ് കുത്തിവെക്കുന്നത്. പെൺകുട്ടികളോട് പറയണേ, പെൺകുട്ടികളെ, നിങ്ങളൊന്നും ഇനി പണ്ട് കാലത്തൊക്കെ വല്യമ്മക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. എൻ്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയുന്ന വല്യമ്മമാരോട് പോകാൻ പറയണം. ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, എനിക്കൊരു ജോലിയാണ് വേണ്ടത്, ജോലി കിട്ടട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. എന്തിനാ ജോലി കിട്ടുന്നത്? ആദ്യം തന്നെ എന്താ മനസ്സ്? അയാൾ ഒന്ന് പറഞ്ഞാൽ 2 പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ചിക്കിളി വേണം. ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം? എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയത്? ആരാണ് അവരെ ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടത്? ഗൗരവത്തോടെ ചിന്തിക്ക്. നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളെ, നിനക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? നിനക്കിപ്പോ വേണോ? വേണ്ടാന്നാ കുട്ടികൾ അധികവും പറയണേ. വേണ്ട, വിവാഹം വേണ്ട. എന്തിനാണ് ആ വക പൊല്ലാപ്പ്? എന്തിനാ അങ്ങനെയുള്ള പൊല്ലാപ്പൊക്കെ എന്നാണ്? വേണമെങ്കിൽ ഇങ്ങനെ ടുഗദറായിട്ട് ഇങ്ങനെ ജീവിക്കുക, ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക. അത് തന്നെ ആണെന്നെ വേണമെന്നൊന്നുമില്ല. പെണ്ണിന് ആണായാലും മതി, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, ഗെയ്സ്, ലെസ്ബിയൻ, ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണിനെ കല്യാണം കഴിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതിനാണ് പറയുന്നത്, നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ വരും തലമുറ രക്ഷപ്പെടൂല. ഈ ദുരന്തം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല. ഈ ദുരന്തം അവസാനിക്കൂല, അത് ശരിയാണ്. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേപോലുള്ളൊരു സാഹചര്യം ഇല്ലാതാവണമെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാവണം. എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ സ്വയം പര്യാപ്തത വേണം, എനിക്ക് സ്വന്തമായിട്ട് വോയിസ് ഉണ്ടാവണം, സമൂഹത്തിൽ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റണം എന്ന് പറയുന്നതിന് നെകളിപ്പായിട്ടാണ് കാണുന്നത്. എന്തോ ഏണി വെച്ച് കൊടുക്കുന്നു. എന്താ ഏണി വെച്ച് കൊടുക്കുന്നത്? സ്വയം പര്യാപ്തത ഉണ്ടാവട്ടെ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോശം സാധനമാണ്. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പുരുഷന്റെ മുമ്പിൽ വിനയത്തോടു കൂടി നിൽക്കുന്ന ആളായിരിക്കണം, അവൻ്റെ ഒരു അടിമയായിരിക്കണം. ഇത് തന്നെയല്ലേ പറയണത്? ഇത് തന്നെ. എന്താണ് ഈ ഹുസൈൻ സലഫി പറഞ്ഞതിൽ വേറെന്താ അർത്ഥമാണുള്ളത്? ഞാൻ ജോലിക്ക് പോകുന്നതിനെതിരൊന്നുമല്ല കേട്ടോ എന്നൊരു സാധനവും പറയും എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ മൂപ്പര് ജോലിക്ക് പോകുന്നതിനെതിരൊന്നുമല്ല. പക്ഷെ എന്താ മൂപ്പര് പറഞ്ഞത് മൊത്തം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത ആവരുത്. ഇത് തന്നെയാണ് പറയണത്. ഈ ദുരന്തങ്ങളാണ് ഈ സമൂഹത്തെ ഇപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയിൽ നിലനിർത്തുന്നത്. ഈ സമൂഹം ഇന്നും ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കാരണം ഒരു സൊസൈറ്റിയിലുള്ള പകുതി ജനങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നയിക്കാനുള്ള ശ്രമം ഇതേപോലുള്ള വൃത്തികേടുകൾ പറയുന്ന തട്ടമിട്ട നാറികളാണ്. തട്ടമിട്ട നാറികൾ തന്നെയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഈ പറഞ്ഞ ഈ തട്ടമിട്ട നാറികളുടെ വായ അടപ്പിക്കുക തന്നെ വേണം. ഇതൊക്കെ സമൂഹത്തിന് എത്രത്തോളം. ഇനി വേറൊരു തട്ടമിടാത്ത ഒരാളുണ്ട്, മൂപ്പര് പറയണതും കൂടെ കേട്ടു നോക്കാം. ജോലിക്ക് പോകാൻ വലിയ തിടുക്കണ്ട എല്ലാവർക്കും, ആയിക്കോട് വിരോധമൊന്നുമില്ല. പക്ഷെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ മക്കളെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾക്കറിയാം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:10 വീട്ടിലെത്തും. ഉമ്മ 7 മണിയാവും വീട്ടിലെത്താൻ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ 2.25 മണിക്കൂർ ഏത് തിന്മയാണ് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മോളക്കറിയാം. അതുകൊണ്ട് മോള് പറയും, സ്കൂളിൽ തന്നെ പറയും, ഞാൻ 4:10 വീട്ടിലെത്തി കുളിച്ച് റെഡിയായി ഞാൻ ഇരിക്കും, നീ വന്നോ. എത്ര വീട്ടിലത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും? ഉമ്മ കാണാനില്ല. ആ വീട്ടിൽ വേറെ അല്ല, ഭർത്താവ് ഗൾഫിലാണ്, ഉമ്മ ജോലിയിലുമാണ്. ജോലി ഉണ്ടായി, ബാഗൊക്കെ എടുത്ത് കുളിച്ചൊരുങ്ങി പോകാൻ കഴിഞ്ഞു. പക്ഷെ മക്കളെ സൂക്ഷിക്കാൻ മക്കളുണ്ട്
പക്ഷെ മക്കൾ നാടിന് പറ്റാത്തവരാണ്. എന്താ കാരണം? നിങ്ങളാണ് കാരണം. നിങ്ങളുടെ ജീവിത വീക്ഷണമാണ് കാരണം. ഒരു സംശയം അതിൽ എങ്ങനെയുണ്ട്? മുജാഹിദ് ബാലുശ്ശേരിക്കാരുടെ ഒരു ദുരന്തം. ഇയാൾ പറയണത് എന്താ? ഒരു ജോലിക്ക് പോകുന്ന സ്ത്രീയെ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മക്കൾ കേടുവരുന്നത്. അവിടെ ഒരു തന്ത ഉണ്ടാവല്ലോ, ആ തന്തേനെ ഇയാൾ കുറ്റം പറയില്ല, അതും മാതാവിനാണ് പ്രശ്നം. എന്താ പൊയ്ച്ചങ്ങനോടൊക്കെ പറയാം? ഇതുപോലുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ അയാൾ വയ്ക്കുന്ന റീസണുകൾ നോക്കിയോ? ഒരു സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? സ്ത്രീ വീട്ടിൽ കൃഷി ചെയ്യാനുള്ള യന്ത്രം. എന്ത് കൃഷി? മുത്തറസൂൽ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ സമുദായത്തിൽ കുറേ ആൾക്കാരുണ്ടാവണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് കുറേ ഹദീസുകളുണ്ടല്ലോ. മെമ്പർമാരെ എണ്ണം കൂട്ടണം, അതിനുള്ള കൃഷി മെഷീന് മാത്രമാണ്, ഒരു ഫാക്ടറി മാത്രമാണ്, പെറ്റിടാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറി. ഇത് മാത്രമാണ് സ്ത്രീ എന്ന് ധരിച്ചു വെക്കുന്നത്. ഇതുപോലുള്ള പോയത്തക്കാർ. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോയത്തം ഇയാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം സക്കാഫി സമൂഹത്തിന് ദോഷമാകുന്ന, സമൂഹത്തിന് നാണക്കേടാവുന്ന പോയത്തം പറയുന്ന ആളുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഇബ്രാഹിം സക്കാഫി തന്നെ, പിന്നെ വഹാബ് സക്കാഫി, പിന്നെ ഒരു മൗദൂദി മൗലവി, പിന്നെ ഹുസൈൻ സലഫി എന്ന് പറഞ്ഞ പോയത്തക്കാരൻ. ഇപ്പോൾ ഏതാ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ പോയത്തക്കാരൻ. ഇനി അടുത്ത പോയത്തക്കാരൻ നോക്കുക. ഏതാ പോയത്തക്കാരൻ? അക്കു സാഹിബ്. പക്ഷേ എംഫിലും PhD-യും PG-യും ഒക്കെ എടുത്ത വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ, അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. വിവാഹത്തിന്റെ സമയത്ത് നീ ജോലിക്ക് പോകേണ്ട എന്ന് മാതാപിതാക്കൾ അവരോട് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ജോലിക്ക് പോകേണ്ടതില്ലേ? എന്തിന് ജോലി? സത്യത്തില് കുടുംബത്തിലെ യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയുകയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ്. ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വീടിന്റെ ഉള്ളറയാണ് സ്ത്രീക്ക് ഉത്തമം എന്ന ഹദീസ് ഇതിനോട് എങ്ങനെ കൂട്ടി വായിക്കാം? ഒരു പെണ്ണ് ഒരു 10 കൊല്ലം ജോലി ചെയ്തു, അതുകൊണ്ട് അവൾ സമ്പാദിക്കുന്നു, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു 10 കൊല്ലം എടുത്ത് ഒരു പെണ്ണ് 2 or 3 കുട്ടികളെ അവർ മാനസിക ആരോഗ്യമുള്ളവരായി, വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരാന്നുള്ളത്. എങ്ങനെയുണ്ട്? ഇത് അക്കു ദുരന്തം. ഖബർ സാഹിബ. എന്തിന് ജോലി? എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാ? പറയുമ്പം തന്നെ അയാളുടെ ഒരു സാധനം ഉണ്ടല്ലോ. എന്തിന്? ഈ പറഞ്ഞ ഇസ്ലാമിക് ഫെമിനിസം പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോയത്തക്കാർ പറയണതൊക്കെ അവർ ഇസ്ലാമാ പറയുന്നത്, വേറെ സാധനമൊന്നുമല്ല കേട്ടാ. ആൾക്കാരായിരിക്കും ഇതൊന്നും ഇസ്ലാമിലില്ല, ഇതൊക്കെ ഇസ്ലാമിലുള്ള സാധനമാണ് പറഞ്ഞത്. ബുയൂത്ത കുന്ന ഇതല്ലേ. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? സ്ത്രീയെ ഒന്നിനും കൊള്ളാതെ ആ ഒരു വീട്ടിൽ നമ്മൾക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. ഇതേ പോയത്തെ നമ്മൾ മുമ്പ് ഒരു സ്പെഷ്യൽ വീഡിയോ AP ഉസ്താദിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. AP ഉസ്താദിന് ഇതേപോലെ വൃത്തികേടുകൾ പണ്ട് പറഞ്ഞൊരു സാധനമുണ്ട്, ഒന്ന് കേട്ടു നോക്ക്. ഇത് ബാധകമാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ്. കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ്. അവരുടെ ബുദ്ധി ഇരട്ടിയാണ്. ആ പുരുഷരെ രംഗത്തിറക്കാതെ ലോകം ജീവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു, സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല. ഇന്ന് പ്ലെയിൻ പറപ്പിക്കുന്നതിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും പറപ്പിച്ചു നോക്കിയെങ്കിൽ അത് പരാജയമാണ്. ചില വനിതാ പൈലറ്റുമാരൊക്കെ ഉണ്ടെങ്കിലും അത് പരാജയമാണ് ഇതുവരെയും ഉണ്ടായത്. അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതും ചെറിയ അതാണ്, അത് പരാജയത്തിലാണ്. അതുപോലെ ഇന്ന് ഈ ഹെഡ് ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന ഓപ്പറേഷനുകളിൽ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല, കട്ടിയില്ല. അവർക്ക് പെട്ടെന്ന് പേടി വരും, അതുപോലെ ചിത്തരാണ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയുള്ള കെൽപ്പുള്ള വിഭാഗത്തെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ പൊതുവീക്ഷണം. അതുകൊണ്ടാണ് ബുദ്ധി ചെറുതാണ്. നമ്മൾ മുമ്പ് വേറൊരു വീഡിയോയിൽ പ്രതിപാദിച്ചതാണ്. എന്നാൽ ഒന്നും കൂടെ പറയുകയാണ്, ഈ വെടലത്തരം ആരൊക്കെയാണ് ഈ പോയത്തക്കാരെന്ന് നമ്മൾ കാണണമല്ലോ. മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള പോയത്തങ്ങൾ പറഞ്ഞു നിർത്തണം. പിന്നോക്കാവസ്ഥ അപ്പോഴേ മാറുകയുള്ളൂ. അതിനിതിന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇസ്ലാമോഫോബിയായിട്ട് വരുന്ന ആളുകളുണ്ട്, അവരോട് പറയാനുള്ളത് ഇതാണ്, ഇതുപോലുള്ള പോയത്തം പറയുന്ന ആളുകൾ ആദ്യം തടയണം. അതിനു വേണ്ടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാമോഫോബിയ പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തികേട് പറഞ്ഞുകൊണ്ട് വരരുത്, അതൊക്കെ വേറെ വിഷയമാണ്.
ആളുകളെ വെറുക്കാനല്ല പറയുന്നത് ഇവിടെ. ഇതുപോലുള്ള പോയത്തങ്ങൾ പറയുന്നത് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഇതുപോലെ വൃത്തികേട് പറയുന്നവരെ എതിർക്കുക തന്നെ വേണം. അവിടെ ഈ സാധനം എടുത്തുകൊണ്ട് വരരുത്, ഓലപ്പാമ്പ്. അത് വേറെ വിഷയമാണ്, അത് വേറെ സ്ഥലത്ത് പറയണം. ഇത് പറയുന്നവരോട് അത് പറയരുത്. ഈ പറഞ്ഞ പോയത്തക്കാരെ കോൾ ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സാധനം എടുത്തുകൊണ്ട് വരരുത്. അത് വേറെ സാധനമാണ്. ഇത് പറയുക വേണം. അങ്ങനെ പറയുന്നവരോട് പോയി പറയണം, അല്ലാണ്ട് ഇവിടെ വന്ന് പറയരുത്. ഇതുപോലുള്ള വൃത്തികേട്. സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ. വിമാനം, എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് നമുക്ക് ഓരോ ഉള്ളിലാണ് നല്ലത്. എന്തിന് ജോലി? നെകളിപ്പിൻ്റെ വർത്തമാനം പറയുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ മക്കൾ പിഴച്ചു പോകുന്നു. നിങ്ങൾ ധാർമ്മികത ഒരു സാധനത്തിനെ, ഇല്ലാത്തൊരു സാധനത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ധാർമ്മികത ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ് വരിക. അങ്ങനെയല്ല. ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു ഒരു പൗരനായിട്ട് ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിയും മാറിക്കഴിഞ്ഞാൽ അവിടെ ധാർമ്മികത എങ്ങനെയാണ് വേണ്ടതെന്ന് അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ധാർമ്മികത അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലുള്ള പോയത്തക്കാർ എന്നിട്ട് ആ പറഞ്ഞ സാധനത്തിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൊണ്ട് സമുദായത്തിനെ ഒറ്റപ്പെടുത്താൻ വരുന്നേ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞു വരും. സമുദായത്തിനെതിരെ മുസ്ലിം വെറുപ്പ് പറഞ്ഞു വരുത്തുന്നു, നെകളിപ്പിൻ്റെ വർത്തമാനമായിട്ട് വരുന്നു. ഇവരുടെയൊക്കെ പ്രശ്നം ആലോചിക്കുക. ഇത് എന്താണ് സമൂഹത്തിൽ ഈ സ്ത്രീകൾ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? അവിടെ അത് തടയണം. ഒരു ടൂർ പോയിട്ടൊരു വീഡിയോ ഇട്ടാൽ എന്താ കുഴപ്പം? അത് നമ്മൾ തടയും. അതൊന്നും നമ്മളെ ദീനുൽ ഇസ്ലാമിലില്ല. ഇനി അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഇബ്രാഹിം സക്കാഫിൻ്റെ മുമ്പിലേക്ക് ഇബ്രാഹിം സക്കാഫി പറഞ്ഞ മുസ്ലിം സമുദായത്തിൻ്റെ പേര് നശിപ്പിക്കുന്ന വേറൊരു പോയത്തക്കാരനും കൂടെ നമുക്ക് പരിചയപ്പെടാം. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മാഷിദ PV എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കും. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാ. ആരോടും അങ്ങോട്ട് വിളിച്ചത്? അതെ, ആരുടെ വിളിച്ചത്? അത് അപ്പുറത്തുള്ള ആളാണ് സാറേ, തൊട്ട ബാക്കിലുള്ള ആൾ. മൂപ്പരെന്നെ വിളിച്ചത്. മൂപ്പര പേര് വിളിച്ചത് കേട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. മേലിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന്. മൂപ്പരെന്തോ കാണിച്ചു കൊടുക്കും. മൂപ്പര് ഇനി വിളിക്കാൻ പാടില്ല. എന്താ അത് കഥ എന്ന വൈബാ. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറ. ഇജാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല. ഞാൻ എന്റെ കുട്ടീനെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പ് ഏത് ഇജാ വിളിച്ചത്? അല്ല, ഞാനല്ലേ വിളിച്ചത്. മൂപ്പരാ വിളിച്ചത്. മൂപ്പര അനൗൺസ് ചെയ്യുന്നത് എല്ലാവരും കണ്ടല്ലേ, മാഷിദ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പം തന്നെ മൂപ്പര അങ്ങോട്ട് നുണ പറയാം. അങ്ങനത്തെ ആണെങ്കിൽ നുണ പറഞ്ഞതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇജാ വിളിച്ചത്? മൂപ്പര് പേടിച്ച അപ്പോഴത്തേന് മൂപ്പര് ട്രൗസറിൽ മുള്ളി ഉണ്ടാവും. ഇജാ വിളിച്ചു കഴിഞ്ഞില്ല, ഞാൻ വിളിച്ചു. ഞാൻ എൻ്റെ മോളോട് വരണ്ടാറിഞ്ഞിരിക്കണത്. എങ്ങനെയുണ്ട്? ഇത് കേരള സമൂഹം കണ്ടതല്ലേ? ഇതൊരു പോയത്തമായിട്ട് കാണുമോ? ആരാ വിളിച്ചത്? ഞാനല്ലേ വിളിച്ചത്. ആരാ വിളിച്ചത്? ഒന്നുകൂടെ കേൾക്കാതെ. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മാഷിദ PV എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കും. മൂപ്പരെ വിളിച്ചത്. മൂപ്പര ഞാനല്ലേ വിളിച്ചത്. ഞാൻ എൻ്റെ മോളോട് വരണ്ടാറിഞ്ഞാണ്. ഇതെല്ലാവരും കണ്ടതാ. ആ ഒരു പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നതിന് ആ കുട്ടീനെ അപമാനിച്ച് ഇറക്കി വിട്ട്. എന്നിട്ട് മൂപ്പര് നിർത്തണില്ല അവിടെ. സമസ്തൻ്റെ അറിയില്ല നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത പോലെ കളിക്കണമെന്നുള്ള. മൂപ്പര് എന്താ പറയണതെന്ന് കൂടെ കേൾക്കാം. ബാക്കി ഞങ്ങളൊക്കെ അവിടെ എത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. അതൊക്കെ ഫോട്ടത്തിൽ വരൂലേ? അതെ, അതൊക്കെ വെറുതെ ഈ സാധനത്തിലാണ്ട് പോകൂലേ മേപ്പെട്ട്? അതെ, ഈ സാധനത്തിൽ അങ്ങോട്ട് മേപ്പോട്ട് പോകൂലേ? എന്ത് അത്? നമ്മളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്തോ പറയാണ്ടെന്ന് തോന്നുന്നു. അതെ, ആ ഉസ്താദ് അന്ന് എയർ പോയതാ മേലോട്ട്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ മേപ്പോട്ട് പോയി അന്ന്. ഇത് ഈ പോയത്തക്കാരൻ ഇതിനെപ്പറ്റി എന്താ ഇബ്രാഹിം ഈ പറഞ്ഞ വഹാബ് സക്കാഫിക്കും ഇബ്രാഹിം സക്കാഫിക്കും ഒക്കെ പറയാനുള്ളത്? ഇത് പേര് നശിപ്പിക്കുന്ന പോയത്തക്കാരനാണോ? എന്താ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ പോയത്തക്കാരൻ്റെ ടീം പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കി. സമസ്തന്റെ 100 വർഷമായിട്ടുള്ള പാരമ്പര്യം നടപ്പും ഇങ്ങനെ തന്നെയാണ്. അത് പറയാറുണ്ട്, രക്ഷിതാക്കളോട് പറയുന്നുണ്ട്. വലിയ കുട്ടികളെ, മുതിർന്ന കുട്ടികളെ പൊതുസദസ്സിലേക്ക് വിളിക്കരുത് എന്ന് പറയാറുണ്ട്. അത് അവരുടെ ശ്രദ്ധ വിട്ടുപോയി. അപ്പൊ അതിനുള്ള മറുപടി മൂപ്പര് പറയണ്ടേ? അതെ, അത് അത്ര ചെയ്തുള്ളൂ. 100 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനാണ്. അത് ഇടയ്ക്കൊന്ന് വിട്ടുപോയി. പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഓപ്പറേഷൻ സ്ത്രീകളെ അതേപോലെ പൊതുവേദിയിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് അവിടെ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അത് നമ്മൾ അവിടെ തിരുത്തിയതാണ്. തിരുത്തിയാൽ എന്താ കുഴപ്പം? ഇതൊരു പോയത്തക്കാരനായിട്ട് കാണുമോ? ഇതൊന്നൊരു പോയത്തമായിട്ട് കാണൂല. ഇതൊരു വൃത്തികേടായിട്ട് ഒരു കാണൂല. പലപ്പോഴും കുട്ടിക്ക് ലജ്ജ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കിയുള്ള സമുദായത്തിലുള്ള പെൺകുട്ടികളെ സമ്മാനം വാങ്ങാൻ വരുമ്പോഴൊന്നും ഈ പ്രശ്നമില്ലല്ലോ.
നിങ്ങളെ സമുദായത്തിൽ വരുമ്പോൾ മാത്രമാണല്ലോ ഈ ലജ്ജ വരുന്നത് പെൺകുട്ടികൾക്ക്? വേറെ ആർക്കും ഇല്ലാത്ത ലജ്ജ. ആ ലജ്ജ വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ്? ഒരു ആൺകുട്ടിക്ക് ഇല്ലാത്ത ലജ്ജ എങ്ങനെ പെൺകുട്ടിക്ക് വരുന്നത്? നിങ്ങളാക്കിയെടുക്കുന്നതാണ് അത്. ഒരു സമ്മാനം വാങ്ങിക്കാൻ വരുമ്പോൾ ലജ്ജിക്കേണ്ടി വരുന്നത്. ലജ്ജിക്ക് അഭിമാനത്തോടു കൂടിയല്ലേ വരുന്നത്. അങ്ങനെ ലജ്ജയാവുന്നത് ഈ പറഞ്ഞ ആൾക്കാർ. അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകൾ കാണാത്തൊരു പ്രശ്നമുണ്ട്. എന്താണ്? ആ സമയത്ത് ഇവരുടെ വായിൽ പഴമായിരിക്കും. എന്താണ് ആ പ്രശ്നം? അത് യഥാർത്ഥ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ഇവർ കൃത്യമായിട്ട് പ്രതികരിക്കുക പോലുമില്ല. ആ പ്രശ്നം എന്താണെന്ന് കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. കോട്ടയം വൈക്കത്ത് കുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ കടുങ്ങല്ലൂർ സ്വദേശി യൂസഫാണ് തലയോലപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. 5 മാസത്തിലേറെ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതാണ് പരാതി. പത്തനംതിട്ട സ്വദേശിനിയായ ഡിഗ്രി വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് മദ്രസാധ്യാപകൻ ഷാനവാസിനെ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം തിരൂരിൽ നിരവധി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച മദ്രസാധ്യാപകൻ പിടിയിലായി. തരൂർ പുല്ലൂർ സ്വദേശി അബ്ദുറഹ്മാനാണ് പിടിയിലായത്. മദ്രസയിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് അബ്ദുറഹിമാൻ കൂടുതലും പീഡനത്തിനിരയാക്കിയത്. ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ വിവരത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നൽകിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയെ നിരന്തരമായി അബ്ദുറഹിമാൻ ലൈംഗികമായി ദുരുപയോഗിക്കുകയായിരുന്നു. പുറത്തു പറഞ്ഞാൽ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പേടിച്ചു വലിച്ച പെൺകുട്ടി നിരന്തരമായ വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിലാണ് അധ്യാപകന്റെ ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞത്. ചപ്പാരപ്പടവിലെ മദ്രസയിലെ അധ്യാപകനായ ചെക്കിക്കുളം മാണിയൂർ പള്ളിക്ക് സമീപത്തെ പുതിയപറമ്പത്ത് ഹൌസിൽ പി ഹർഷാദാണ് അറസ്റ്റിലായത്. മദ്രസ വിദ്യാർത്ഥികളായ 13, 14 വയസ്സുള്ള 4 പേരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. പാലക്കാട് 12-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. തൂത സ്വദേശി നാസറാണ് പിടിയിലായത്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ചൂഷണം ചെയ്ത വിവരം വെളിപ്പെടുത്തി. 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി. മുറിഞ്ഞകൽ മുസ്ലിം പള്ളി മദ്രസ അധ്യാപകൻ കലഞ്ഞൂർ ഇടത്തറ സക്കിനത്ത് മൻസിലിൽ അബ്ദുൽ സമദിനെയാണ് കൂടൽ പോലീസ് പിടികൂടിയത്. 40 വയസ്സാണ് ഇയാൾക്ക്. കണ്ണൂർ കണ്ണവത്ത് 22 മദ്രസ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച 2 അധ്യാപകർ അറസ്റ്റിൽ. കൊടുവള്ളി കൊടുവൻമൂഴിയിൽ കെ അബ്ദുൾ റഹ്മാൻ മൗലവി, വയനാട് കല്ലൂർ 4-ാം മൈലിലെ ടി അബ്ദുൽ നാസർ മൗലവി എന്നിവരാണ് അറസ്റ്റിലായത്. തലശ്ശേരിയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കൊടുവള്ളി സ്വദേശി മുഹമ്മദാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകിയത്. 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മദ്രസ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. വിതുര ചേന്നൻപാറ RL ഹുദ മൻസിലിൽ അബ്ദുൾ സലാമാണ് അറസ്റ്റിലായത്. ഒരാഴ്ച മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദ്യാർത്ഥിനി അസ്വാഭാവികമായി പെരുമാറിയതിനെ വീട്ടുകാർ തിരക്കിയതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് മദ്രസ അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കുന്നമംഗലത്ത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി. കൊല്ലം സ്വദേശി ഷഹാസാണ് പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിയെ തീർത്ഥാടനത്തിന്റെ പേരിൽ കോഴിക്കോട്ട് എത്തിച്ചായിരുന്നു പീഡനം. ചങ്ങനാശ്ശേരിയിൽ 10 വയസ്സുകാരിക്ക് പീഡനം. മദ്രസാധ്യാപകൻ അറസ്റ്റിലായി. കാഞ്ഞിരപ്പള്ളി പാറത്തോട് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. +1 വിദ്യാർത്ഥിനിയെ ലോഡ്ജിലെത്തിച്ച പീഡിപ്പിച്ച പള്ളി ഇമാം അറസ്റ്റിൽ. കോഴിക്കോട് ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാമും മദ്രസ അധ്യാപകനുമായ 47-കാരൻ അബ്ദുൾ ബഷീറാണ് പോക്സോ നിയമപ്രകാരം പിടിയിലായത്. തളിപ്പറമ്പിൽ 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് സിറാജുദ്ദീനാണ് അറസ്റ്റിലായത്. 13 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ പിടിയിലായി. വെളിങ്കോട് സ്വദേശി റഷീദ് മുസ്തയാറാണ് പിടിയിലായത്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ പിടിയിൽ. കൊല്ലം സ്വദേശി മുഹമ്മദ് സ്വാലിഹിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ തൃശൂർ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചുരക്കൽ ദാറുൽ ഇസ്ലാം മദ്രസ അധ്യാപകനായ അഷ്റഫാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി. തൃശൂർ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി ജുബൈറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി. നിരണം പനച്ചമൂട് പെരുമുറ്റത്ത് ലക്ഷം വീട്ടിൽ അബ്ദുൾ ജലീൽ എന്ന 36 വയസ്സുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. അബ്ദുൾ ജലീൽ അധ്യാപകനായ പനച്ചമൂട്ടിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലെ 13-കാരിയായ പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ കണ്ണൂരിൽ അറസ്റ്റിൽ. ആറളം സ്വദേശി മുഹമ്മദ് ഫൈസിയാണ് പിടിയിലായത്. 4 വിദ്യാർത്ഥികളെയാണ് മദ്രസ അധ്യാപകനായ മുഹമ്മദ് ഫൈസി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മലപ്പുറത്ത് മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. തിരുനാവായ സ്വദേശി സയ്യിദ് ഫസലാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയെ പ്രതി പലതവണ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി. മട്ടാഞ്ചേരിയിൽ ആൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ റിമാൻഡ് ചെയ്തു. മദ്രസ അധ്യാപകൻ പുതുവാപ്പറപ്പ് കല്ലാട്ടിൽ വീട്ടിൽ കെ ജഹാസാണ് പ്രതി. കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു മതപഠന കേന്ദ്രം സ്ഥാപിക്കുക, തുടർച്ചയായി കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ. ഒടുവിൽ 3 പേർ പോലീസ് പിടിയിൽ. ഉസ്താദുമാരായി പഠിപ്പിച്ചിരുന്നവരിൽ ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശി. തിരുവനന്തപുരം നെടുമങ്ങാടാണ് മദ്രസ നടത്തി കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. കൊല്ലം കടയ്ക്കൽ സ്വദേശി സിദ്ദിഖ്, തെളിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷമീർ, ഉത്തർപ്രദേശിലെ ഖേരിയിൽ നിന്നുള്ള മുഹമ്മദ് റസൌൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 1 വർഷമായി പ്രതികൾ നെടുമങ്ങാട് മദ്രസ നടത്തുന്നു. മലപ്പുറം പാലപ്പെട്ടിയിൽ പോക്സോ കേസിൽ 3 മദ്രസ അധ്യാപകർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസിന്റെ നടപടി. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിലാണ് തങ്ങൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം കുട്ടികൾ വെളിപ്പെടുത്തിയത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളുടെ മൊഴി അനുസരിച്ച് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. വെളിയങ്കോട് സ്വദേശി തൈപ്പറമ്പിൽ ബാവ, മദ്രസ അധ്യാപകർ പാലപ്പെട്ടി സ്വദേശികളായ പോറ്റാടി വീട്ടിൽ കുഞ്ഞഹമ്മദ്, തണ്ണിപ്പാറിന്റെ വീട്ടിൽ മുഹമ്മദ് ഉണ്ണി, പാലക്കാട് സ്വദേശി മണത്തിൽ വീട്ടിൽ ഹൈദ്രോസ് എന്നിവരെയാണ് പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രസ അധ്യാപകർ മദ്രസയിൽ വെച്ചും തൈപ്പറമ്പിൽ ബാവ സ്വന്തം വീട്ടിൽ വെച്ചുമാണ് കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായിരിക്കുന്നു. മലപ്പുറം മുണ്ടക്കോട് നൂറുൽ ഹുദ മദ്രസയിലെ അധ്യാപകൻ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോക്സോ പ്രകാരമാണ് കേസെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കുംതല സ്വദേശി അജ്മൽ ഉസ്താദാണ്
ചവറ പോലീസിന്റെ പിടിയിലായത് മദ്രസ അധ്യാപകനായ ഇയാൾ 3 വർഷം കുട്ടിയെ നിരന്തരമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഏതാനും ദിവസങ്ങളിലായി മദ്രസയിൽ പോകാൻ പെൺകുട്ടി വിസമ്മതിക്കുകയും മദ്രസയിൽ അധ്യാപകനെ കാണുമ്പോൾ പേടിച്ച് മാറി നിൽക്കുകയും പതിവായിരുന്നു. സ്കൂളിലും പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയപ്പോൾ സ്കൂൾ അധ്യാപകർ മാതാപിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മദ്രസ അധ്യാപകനായ മുഹമ്മദ് അഷ്റഫ് ശാരീരികമായി ചൂഷണത്തിനിരയാക്കിയ വാർത്ത അറിഞ്ഞത്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതി മുഹമ്മദ് അഷ്റഫിനെ ഇരമല്ലൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൽപ്പകഞ്ചേരി തെക്കേതിൽ അൻവർ സാദിഖാണ് അറസ്റ്റിലായത്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മദ്രസ അധ്യാപകനായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മദ്രസ അധ്യാപകനായ പനവല്ലിയിലെ മുതുവാട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. 28-കാരനാണ് മുഹമ്മദ് ഷാഫി. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. 5 വർഷം മുൻപാണ് മുഹമ്മദ് ഷാഫി വിവാഹിതനായത്. സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവ് തന്നെ മാനസികമായും ഗാർഹികമായും പീഡിപ്പിച്ചുവെന്നാണ് ഭാര്യയുടെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുനെല്ലി പോലീസ് ഇൻസ്പെക്ടർ PL ഷൈജും സംഘവുമാണ് പ്രതിയെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 മുൻപാകെ ഹാജരാക്കിയ മുഹമ്മദ് ഷാഫി റിമാൻഡ് ചെയ്തു. ഞാൻ ഇത്രയും പ്ലേ ചെയ്യാനുള്ള കാരണം ഇതാണ് പ്രശ്നം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാർ ഗീർവാണം അടിക്കുന്നതിൽ ഈ സാധനം വരാറില്ല. അവിടെ ഈ പറഞ്ഞ ടൂർ പോയടത്തോ സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ആനിവേഴ്സറിക്ക് ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതോ ഒക്കെ ആയിരിക്കും ഇവരുടെ അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നത്തിൽ വരുന്നത്. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം പറയില്ല. അപ്പോൾ ഇബ്രാഹിം സക്കാഫിയുടെ വായിൽ പഴമായിരിക്കും. കാരണം ഇവർ വരാത്തതുകൊണ്ടായിരിക്കും. ഇവർ ഇതേപോലെ പ്രസംഗങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മുമ്പിലിരിക്കണ പിന്നെ മൊയിലാരുട്ടികൾ ചിലപ്പോൾ നീറ്റ് എന്നിട്ട് പറയും അല്ല ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് നീച്ച് വരുമായിരിക്കും. മൊയിലാരുട്ടിയരെ ഓര് പറയല്ലോ ഉസ്താദെ ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചിലപ്പോൾ മൊയിലാരുട്ടിയർ വന്ന് പ്രതികരിക്കുമായിരിക്കും. ആ പേടി കൊണ്ടായിരിക്കും. കാരണം ഉസ്താദുമാർ ഇതുപോലെ ചെയ്യുന്ന ആളുകളായിരിക്കും. ഈ ഉസ്താദുമാരിനി ഇതേപോലുള്ള സംഭവത്തിൽ കേസുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് 1-2 കേസ് നമുക്ക് കേട്ടു നോക്കാം. മലപ്പുറം വളാഞ്ചേരിയിൽ പോക്സോ കേസിൽ ഇരകളെ പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പരാതി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച കേസിലാണ് പരാതി പിൻവലിക്കാൻ മഹൽ കമ്മിറ്റി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആരോപണമുള്ളത്. നിരവധി ആൺകുട്ടികളെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുറ്റിപ്പുറം മധുരശ്ശേരി സ്വദേശി ഹബീബിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയിൽ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം വളാഞ്ചേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മഹൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുള്ളതായാണ് ആരോപണം. പ്രതി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പരാതിക്കാർക്കും ഇരകൾക്കും എതിരെ ഇവർ മാനസികമായും മറ്റുള്ള നിലകളിലും ഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ 7 വയസ്സുകാരിയെ മാനസികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെതിരെ പരാതിപ്പെട്ട കുടുംബത്തിന് മഹൽ കമ്മിറ്റിയുടെ പ്രഖ്യാപിത ഊരുവിലക്ക്. എന്നാൽ ഊരുവിലക്കിയിട്ടില്ലെന്നാണ് മഹൽ കമ്മിറ്റിയുടെ വിശദീകരണം. സംഭവത്തിൽ ചൈൽഡ് ലൈൻ കേസെടുത്തു. അത് വേറെ കുട്ടികളോടൊക്കെ സംസാരിക്കും, എന്നോട് മാത്രം ഒന്നും മിണ്ടൂല. എന്നാ ബാക്ക് ബെഞ്ചില ഒറ്റയ്ക്ക് ഇരുത്താറ്. ഇതിനെതിരെ പെൺകുട്ടിയുടെ അച്ഛൻ നിസാർ കരീം മഹൽ കമ്മിറ്റിക്ക് മുന്നിലെത്തി. പരാതി നൽകിയതോടെ കമ്മിറ്റി ഊരുവിലക്കിയെന്ന് നിസാർ കരീം പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും ഒറ്റപ്പെടുത്തി. ഒരു ചടങ്ങിനും വിളിക്കാതായി. ആയ കുട്ടിക്ക് ഇതേപോലെ സെക്സ് വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് തല തിരിച്ചപ്പോൾ എന്നാൽ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അത്രയും കുട്ടീനെ എന്താ പറയുക നിർബന്ധിക്കാണ്. ഒരു എന്താ പറയുക അത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാവാണ്. കോഴിക്കോട് പെരുവയൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആത്മീയ പഠന കേന്ദ്രത്തിന്റെ മറവിലാണ് കുട്ടികളെ പീഡിപ്പിച്ചത്. ആത്മീയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൾ റഹീം കുട്ടികളെ പലയിടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. 3 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടികളുടെ വിസ്താരം കോടതിയിൽ തുടങ്ങാനിരിക്കെയാണ് പ്രതിക്ക് അനുകൂലമായി മൊഴിമാറ്റാൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നത്. നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ കേസുമായിട്ട് പോയാൽ നിങ്ങൾക്കായിരിക്കും ഇതിന്റെ കുഴപ്പം, നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കേസ് പിൻവലിക്കണമായിരിക്കും നിങ്ങൾക്ക് നന്നാവാൻ, നിങ്ങൾ അനുഭവിക്കൂ, നിങ്ങൾക്ക് ഇത്ര പൈസ തരാം. ഇതേപോലെ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റി വന്നിട്ട് ഇടപെട്ടിട്ട് പറയാം നമ്മൾ അങ്ങനെ പോണ്ട, ഇതേപോലെ ഭീഷണിയൊക്കെ വെച്ച് തരും, നിങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണത്. അവിടെ അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം സക്കാഫിൻ്റെ പ്രസംഗം നമ്മൾ കാണാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് മാത്രമാണോ? ഇനി ഇതേപോലെ ഒരുപാട് കേസുകളുണ്ട്. അവിടെ ഇന്ന് കുറേ കേസുകൾക്ക് എന്ത് വരുന്നുണ്ട്, കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ മൗലവിമാർ പറഞ്ഞിട്ടല്ല നടപടി സ്വീകരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ പരാതി കൊടുക്കണം എന്നുള്ള ബോധ്യവും സംഭവങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ ഭീഷണിക്ക് വഴങ്ങാതെ പല ആളുകൾ പരാതിയിലേക്ക് പോലും വരുന്നത്. അതിൻ്റെ പുരോഗമനം ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് പല കേസിലും കൃത്യമായിട്ട് നിലപാടെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേസുകൾക്ക് പരിഹാരം കാണുന്നുണ്ട്. ഈ ഉസ്താദുമാർ ഇടപെട്ടിട്ടല്ല ഇത് പരിഹാരം കാണുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയാണ് അതിന് പരിഹാരം കണ്ടത്. കുറച്ച് കേസ് കൂടെ കേട്ട് നോക്കാം. മലപ്പുറം മഞ്ചേരിയിൽ 8 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മദ്രസാധ്യാപകനായി 21 വർഷം തടവ്. മഞ്ചേരി പ്രത്യേക പോക്സോ കോടതിയുടേതാണ് വിധി. 1,50,000 രൂപ പിഴയും കോടതി വിധിച്ചു. 10 വയസ്സുകാരിയെ അതിക്രൂര ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കിയ മദ്രസാധ്യാപകന് 41 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. പാലക്കാടാണ് സംഭവം. തച്ചനാട്ടുകര സ്വദേശി ഹംസയ്ക്കെതിരെയാണ് പട്ടാമ്പി അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ കേസിൽ മദ്രസാധ്യാപകന് 67 വർഷം കഠിന തടവും 80,000 രൂപ പിഴയും ശിക്ഷ. ചെറുപ്പളശ്ശേരി സ്വദേശി റഷീദാണ് അറസ്റ്റിലായത്. കുന്നംകുളം അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി. പരീക്ഷയ്ക്ക് സംശയം ചോദിക്കാൻ പോയ കുട്ടിയാണ് അധ്യാപകൻ പീഡിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. മദ്രസാധ്യാപകന് 53 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ.
ഒറ്റപ്പാലം മുള്ളൂർ കുന്നാരത്ത് വീട്ടിൽ 43 വയസ്സുള്ള സിദ്ദിഖ് ബാഖവിയെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിധി പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകന് 26 വർഷം തടവും 75,000 രൂപ പിഴയും ശിക്ഷ. ഉദയഗിരി സ്വദേശി കെ വി മുഹമ്മദ് റാഫിക്കാണ് ശിക്ഷ വിധിച്ചത്. പോക്സോ കേസിൽ മദ്രസ അധ്യാപകന് 50 വർഷം തടവ് ശിക്ഷ. സമാനമായ ഒട്ടേറെ വിധിന്യായങ്ങൾ നമ്മൾ ഈ സമീപത്ത് കാണുന്നത്. പോക്സോ കേസുകളുടെ കാര്യത്തിൽ നല്ല നിലയിലുള്ള നടത്തിപ്പ് കോടതികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ആ കോടതികൾക്ക് നേതൃത്വം നൽകുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയും ഒപ്പം ആ കേസുകളിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഹാജരാകുന്ന സർക്കാർ അഭിഭാഷകരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. തിരുവനന്തപുരത്തും ഇപ്പോൾ നല്ല നിലയിലാണ്. എത്ര കേസുകളാണ് വേഗത്തിൽ ശിക്ഷ വരുന്നത്. അത്തരത്തിലൊരു ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. 50 വർഷം തടവ് ശിക്ഷയാണ് അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി വന്നിട്ടുള്ളത്. ഇവിടെ നിയമവ്യവസ്ഥ കൃത്യമായിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, പോക്സോ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ശിക്ഷ കിട്ടുന്നത്. അല്ലാണ്ട് ഈ ഉസ്താദുമാർ കേടി ഉപദേശിച്ചത് കൊണ്ടല്ല, ഇതാണ് പ്രശ്നം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് വന്നതുകൊണ്ടല്ല. ഇതിനൊന്നും വരികയില്ല, പഴമായിരിക്കും വായിൽ. ഇത്തരം കേസുകൾ കണ്ടില്ലേ നിങ്ങൾ? ഇനി ഇതേപോലുള്ള കേസുകൾ സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നിലപാടെന്താണ്, അതും കൂടെ പരിശോധിക്കണമല്ലോ. ഇപ്പോൾ മുമ്പ് നാദാപുരത്ത് ഇതേപോലെ ഈ പറഞ്ഞ കാന്തപുരം വിഭാഗത്തിൻ്റെ LKG സ്കൂളിൽ ഒരു കുട്ടി ഇതേപോലെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയെ വിക്ടം ഷെയ്മിങ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ന്യൂസിലൊക്കെ വന്നതാണ്. അതൊന്ന് കേട്ടു നോക്കാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഈ പറഞ്ഞ ഇബ്രാഹിം സഖാഫിൻ്റെ ബാക്കിയാണ്. മൂപ്പര് ഒരുമിച്ച് ഒരു സ്റ്റേജിലൊക്കെ ഷെയർ ചെയ്ത ആളാണ്. ഈ പറഞ്ഞ പേരോട് ഇതേപോലുള്ള പീഡനങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായപ്പോൾ അവിടെ വിക്ടം ഷെയ്മിങ് നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ. ഈ കുട്ടി ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂണ് കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോലും. അപ്പൊ ഉമ്മ ചോദിച്ചു, ഇനി എന്താ കളിക്കുന്നത്, എന്താ ഇവിടെ സംഭവിച്ച്, എനിക്കെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു അല്ലേ എന്നാണ് ഉമ്മാന്റെ വിശദീകരണം. ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താൽ കിട്ടിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും അടിച്ചല്ലേ പറയുന്നത്, ഇനി എല്ലാം തുറന്നു പറയല. അതെ, എല്ലാം തുറന്നു പറയലാണ്. ഒരു LKG പഠിക്കുന്ന കുട്ടീനെ പറ്റിയാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് വേറെന്തോ പ്രശ്നമുണ്ടെന്ന് ഒന്ന് ആലോചിക്കും. ഇതാണ് ഇവരുടെ ഇടപെടൽ. ഇതാണ് ഈ ഉസ്താദുമാർക്ക് ഇതൊന്നും വിളിച്ചു പറയാൻ കഴിയില്ല ഒരിക്കലും. ഇത് തെറ്റാണെന്നും അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നമെന്ന് ഈ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ള ഈ മദ്രസാ പീഡനങ്ങളൊന്നും ഈ ഉസ്താദുമാർ കൃത്യമായിട്ട് വിളിച്ചു പറയൂല. അവർക്കത് കഴിയില്ല. കാരണം എന്താ, മുന്നിലിരിക്കുന്ന മൂല്യാരുട്ടികൾ എണീച്ചെന്ന് ചോദിക്കും, അല്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കും പേടി. ഇതേപോലെ വിക്ടം ഷെയ്മിങ്ങും നടത്തും, വേണമെങ്കിൽ അത് ചെയ്യും. അത്രേ അവർക്ക് പറ്റുള്ളൂ. അവിടെ ദീനുൽ ഇസ്ലാമൊന്നുമില്ല. ഇത്രയുള്ളൂ വരെ ഇസ്ലാം. ശരിക്കുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിലുള്ള കുട്ടികളോടുള്ള പീഡനം, അതിന് ഇവർ പ്രതികരിക്കുന്ന ശൈലിയാണിത്. ഇവരാണ് എന്നിട്ട് ഇന്ന് ടൂറ് പോയതിനെ പറ്റിയിട്ട് ഭയങ്കര സ്ത്രീക്ക് യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളൊക്കെ സമൂഹത്തിലേക്ക് വെക്കുന്നത്. ഈ പേരോട് ഉസ്താദ് വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കേട്ടു നോക്കി. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ദൂരം തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ദൂരം തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. ഈ ജിന്നാണ്. അതെ, നിങ്ങളൊക്കെ പെണ്ണുങ്ങളടുത്തേക്ക് എന്നെ വേറെ മറ്റേ ഉസ്താദിനൊക്കെ കണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മളല്ല അത് ജിന്നാണ്, നമ്മളെ കോലത്തിൽ വരും. ഇത് പേരോട് പറഞ്ഞതാ. അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇബ്രാഹിം സക്കാഫി വരില്ല. ജിന്നാണ്, വലിയ ജിന്നാണ് ഇയാൾ. അപ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള ആ വാക്ക് തന്നെ കിട്ടും. എൻ്റെ കോലത്തിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ജിന്നായിരിക്കും, ഞാനല്ല എന്ന് പറഞ്ഞിട്ടുള്ളേ. ഇതാണ് ഇവരുടെയൊക്കെ നിലവാരം. പക്ഷെ എല്ലാ ഉസ്താദുമാരും ഇങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള ഉസ്താദുമാരുണ്ട്. ഇതിനോട് ആരും പ്രതികരിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. ഒരാൾ പ്രതികരിച്ചിട്ടുണ്ട്, അത് ആരാന്നൊന്നും നമുക്ക് കേട്ടു നോക്കാം. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലാ തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കുകയാണ്. ഉറക്കെ പറയരുത്, നമ്മളെ പണ്ഡിതന്മാരാ. എന്ത് പുണ്ണാക്കിലെ പണ്ഡിതനായി ഇവൻ? പ്രായപൂർത്തിയാകാത്ത പൈതങ്ങളെ ലൈംഗിക രതിവൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? എന്നിട്ട് ഓല് മാന്യന്മാര് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യല്ലേ? അന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. അപകടാവൂലേ? ഇത് പറഞ്ഞാൽ
എന്തിനാ അബ്ബാസ് വൈസ് അത്ര രൂക്ഷമായി പറഞ്ഞേ? നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത്? സാധാരണക്കാര് ചെയ്യോ അത്? പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ഷിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ പാരൊക്കെയുള്ള നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിബന്ധിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഖുത്ബുസ്സമാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. പൊന്നു ഹബീബന്മാരെ അപ്പണി ശരിയല്ല, മാറണ്ടേ? മദ്രസകൾ നടത്തിക്കോളി, ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് പടക്കൽ വേറെ നടക്കും. നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയല്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയല് കേൾക്കലുണ്ടപ്പോ ഇല്ല. കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം, വയല്, അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും, നിർത്ത് കയറി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം? അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചവിട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ കൂടാര പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്തിന് ആലോചിക്കണ്ടേ? ഇനി ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കന്ന് വയലറാൻ പറയും, മാലിത്തെ കാലിനോട് വയലറാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സ്വവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിലേർപ്പെടുന്ന സംസർഗത്തിലേർപ്പെടുന്ന പ്രസംഗം പള്ളിക്കന്നാണ് നടക്കുമ്പോ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ കീഴ്പെട്ട് അറിയും. പൊന്നുസ്താദേ, കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക് വരണ്ടേ? പരിശുദ്ധമായ ദീനിലേക്ക് വരണ്ടേ? അല്ലേ? ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തെ കുറിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടി അതെ, അവിടെ ഇതിനെതിരെ പ്രതികരിച്ച ഒരു മൊയ്ലിയാരാണ് അബ്ബാസ് ഫൈസി. അബ്ബാസ് ഫൈസി എന്നാണ് ഇയാളെ പേരെന്ന് ഞാൻ മനസ്സിലാക്കണം. അവർ പ്രതികരിച്ചത് വളരെ കറക്റ്റാണ്. മൂപ്പർ തന്നെ പറയുന്നുണ്ട്, ഇത് പല ഉസ്താദുമാർക്കും ഇത് പറയാൻ കഴിയില്ല, പുറകെ എന്നോ മുമ്പെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഉസ്താദേ എന്ന് ചോദിക്കുമെന്ന് മൂപ്പർ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ പറഞ്ഞ ഗൂഗിളിൽ മദ്രസ അധ്യാപകൻ, ഞാൻ ഇതേപോലെ മുമ്പ് മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധിനെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ മദ്രസ അധ്യാപകൻ എന്ന് മലയാളത്തിൽ ചെക്ക് ചെയ്തതാ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട് ആ ഇമേജൊക്കെ ഒന്ന് എടുത്തു നോക്കി. ഫുള്ള് പീഡനമാണ്. ക്ഷേമനിധി അല്ല അവിടെ ഉള്ളത്, അവിടെ ഭോഗനിധിയാണ് ഉള്ളത്. ഫുൾ നിധി, പീഡനനിധി. ക്ഷേമനിധി തപ്പാൻ വേണ്ടി മദ്രസ അധ്യാപകൻ സെർച്ച് ചെയ്തതാണ്. ഇവിടെ അതിൻ്റെ മുകളിലുണ്ട് സജഷനായിട്ട് മണിക്കൂറിൽ, ഇത് മണിക്കൂർ വെച്ചിട്ട് ഗുളിക കഴിക്കുന്ന പോലെയാണ് പീഡനം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അവിടെ അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വരൂല. അവിടെ പറഞ്ഞ ഫൈസി പറഞ്ഞ പോലെയാണ്. ഈ ഫൈസി ഏതാ? ഇത് പറയുന്ന ആളാരാ? മൂപ്പര് അവിടുന്ന് പുറത്താക്കിയതാ. ദാലുവ ത്വരീക്കത്താണ്. എന്തെങ്കിലും പ്രതികരിക്കുന്ന ആളുണ്ടെങ്കിലും അവരങ്ങോട്ട് പുറത്താക്കുകയും ചെയ്യും. ഏത് നാണക്കേട് കൊണ്ടേ
മൂല്യാരുട്ടികൾ എണീക്കും. അല്ല ഉസ്താദേ, അല്ല അപ്പം നമ്മൾ ഇന്നലെ കാണിച്ചപ്പോൾ എന്താണ് എന്ന് ചോദിക്കും. നാണക്കേടാണ്. പച്ച വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് പേരോട് പറയാൻ കഴിയില്ല. ഏത് കല്യാണത്തിന് പെണ്ണിനെ സ്റ്റേജിലിരുത്തിയിട്ട് പച്ച വ്യഭിചാരം എന്ന് പറഞ്ഞ പേരോട് അവിടെ പറ്റും ജിന്നാവും. വീട്ടിലെ ജിന്ന് നേരത്തെ കാണിച്ചല്ലോ. അത് പേരോടെന്നെ വീട്ടിൽ കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പേരോടല്ല, നമ്മളല്ലത് ജിന്നെ. ഈ അത് ജിന്നുകളാണ് എന്ത് ചെയ്യണത്, മനുഷ്യന് സംസ്കാരം ഇല്ലാതാവും മതം ഉപേക്ഷിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് ഗീർവാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോയത്തക്കാരൻ ഇബ്രാഹിം സക്കാഫി പറഞ്ഞ ഏറ്റവും വലിയ പോയത്തക്കാരാണ് ഇതൊക്കെ. ഈ പോയത്തക്കാര കഥയാണ് എന്ത് ആലുവ തെരീക്കത്തുകാരൻ പറയണത്. മൂപ്പര ഇത് പോയതാ, മൂപ്പര പോയതുകൊണ്ട് പുറത്ത് പോയതുകൊണ്ട് പറഞ്ഞതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ മൂപ്പര പറഞ്ഞത് പോയണ്ട. ഇതിനൊന്നും ഒരു പ്രതികരണം വേണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും ടൂറ് പോയിട്ട് ഒരു സെൽഫി ഇട്ടാൽ, അല്ലെങ്കിൽ ആ ടൂറ് പോയിട്ട് സന്തോഷത്തിനൊരു സംഭവം ഇട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയും ഭർത്താവും മൂപ്പര് ആനിവേഴ്സറിക്ക് ഭാര്യയുടെ തോള് കൈയിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്താൽ, ഇതൊക്കെയാണ് നിങ്ങളെ പ്രശ്നം. അപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര കലിപ്പ് കയറുക. അയ്യോ എന്തോ ദീനുൽ ഇസ്ലാം ഇല്ലാതായിപ്പോയിന്ന്. ഈ പീഡനത്തിനൊന്നും നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാം ഇല്ലാതായി പോകുന്നില്ല. അപ്പം നിങ്ങളെ വായിൽ പഴമാണ്, ആ പഴം എടുക്കില്ല നിങ്ങൾ. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഇതേപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഇതേപോലെ കട്ടുറുമ്പായിട്ട് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരോട് പറയാനുള്ളത്, നേരത്തെ ഇബ്രാഹിം സക്കാഫി പറഞ്ഞ കാര്യം, മുസ്ലിം സമുദായത്തിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പോയത്തങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക. എന്നാൽ കുറച്ച് കാലമെങ്കിലും ഈ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടെങ്കിലും നടക്കാം. അപ്പം തന്നെ നാണക്കേടാണ് അല്ലേ? മൗദൂദി ചാനൽ പോലും ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ് ഇജാതി പിന്നെ പൗരോഹിത്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൗദൂദി അല്ല നമ്മളെല്ലാം നിങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മൂപ്പര് കച്ചറ ഉണ്ടാക്കുകയാണ്. ആര്? വഹാബ് സക്കാഫി. മൂപ്പര് അങ്ങനെയല്ല മൗദൂദിൻ്റെ ടീം പറഞ്ഞിട്ടുണ്ട്. അതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കും ദീൻ പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. ദീൻ പറഞ്ഞാൽ സമൂഹത്തിന് നാണക്കേട്, ഇജാതി വൃത്തികേടാണ് ഈ പറഞ്ഞ ദീനിലുള്ളത്. അത് പറയല്ലോ ചില ആൾക്കാർ. നമ്മൾ നാട്ടുകാരോട് ഇങ്ങനെ പറയണ്ട, നമ്മളെ മൊയ്ലിയാരുട്ടികളോട് മാത്രം പറയാം. നാട്ടുകാരോട് നമ്മൾക്ക് നല്ല പെയിൻ്റ് അടിച്ച വേർഷൻ ഉണ്ട്. ഏതാ വേർഷൻ? പെയിൻ്റ് അടിച്ചൊരു വേർഷൻ്റെ ഒരു സാധനം കാണിച്ചു തരാം. സുഹരി സാറ് ഇതേപോലെ ഒരു പെയിൻ്റ് അടിച്ചൊരു സാധനം പറഞ്ഞായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇദ്ഖാൽ സുറൂരി അലാ ഖുലൂബിൽ മുഅ്മിനീൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, നല്ലൊരു ജീവിത വഴി ഉണ്ടാക്കി കൊടുക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതെ, സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ സന്തോഷത്തിൽ ഒരാളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൊടുക്കും സൈക്കിൾ എടുത്തിട്ട്. നിങ്ങൾ ആ സൈക്കിളിൻ്റെ പിന്നാലെ മറ്റേ കാർ എടുത്തിട്ട് പോകും. അയ്യാതി ടീമാ. ഇവിടെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് സുഹരി സാറ് പറയുന്നത്. പക്ഷെ എന്താണ് പെണ്ണിന് വേണ്ട സന്തോഷം എന്ന് സുഹരി സാറ് തീരുമാനിക്കും. ആ ലൈനാണ് സുഹരി സാറ്. സുഹരി സാറ് വലിയ തഗ്ഗിൻ്റെ ആളാട്ടോ, ഫുൾ തഗ്ഗാണ് മൂപ്പര്. ഈ പറഞ്ഞ സാധനം ഉസ്താദ് അങ്ങനെ ഭയങ്കര പെയിൻ്റ് അടിച്ചിട്ടൊക്കെ അവതരിപ്പിക്കും. ഒരു മോഡേൺ ഉസ്താദാണ്. അവിടെ ആ മോഡേൺ ഉസ്താദാണ് പറഞ്ഞത് പെണ്ണുങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ പോകണ്ട എന്ന് കാന്തവര് പറഞ്ഞപ്പോൾ കാന്തവര് സൂപ്പറാണ്. മൂപ്പര് പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ മറ്റേലൊന്നും ഇടപെടില്ല, നമ്മൾ ദീൻ്റെ കാര്യം നമ്മൾ തീരുമാനിച്ചോളും. ഈ സന്തോഷത്തിനെ പറ്റിയിട്ട് സുഹരി സാറിൻ്റെ വായിൽ പഴമാണെന്ന് തോന്നുന്നു. ഈ സന്തോഷം ഈ പറഞ്ഞ സ്ത്രീയുടെ പാവപ്പെട്ട ആ ഉമ്മയെ അധിക്ഷേപിച്ചപ്പോൾ സുഹരി സാറിൻ്റെ വായിലെ സന്തോഷം വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വൃത്തികേട് അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്താ അറിയാം, പിന്നെ ഈ പറഞ്ഞ ഈ മീഡിയ വണ്ണ് ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ ചാനലായി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വഹാബ് സക്കാഫി കരഞ്ഞ പോലെ കരയേണ്ടി വരും. കാരണം അവരും പറയേണ്ടി വരും. കാരണം ഒരു മീഡിയ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ ഇതുപോലെ വൃത്തികേടായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരും ഇതേപോലെ ഇറങ്ങി പറയേണ്ടി വരും. നിവൃത്തികേടാണെന്നേ, ഇത് ആധുനിക സമൂഹമാണെന്നേ. നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പോഴല്ലേ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തിക്കുന്നത്. അത് നിർത്തിയാൽ എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക. അത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.